പൂവാസം പൂവാസം തോർക്കും മൂച്ച് കാത്ത് തീണ്ടി. മണിക്കുട്ടി, അതിനകത്ത് നാളികേരം നന്നായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, പുറത്തും കുറച്ച് വെച്ചോ. സച്ചോട്ടിക്ക് അത് വലിയ ഇഷ്ടാ. വേണ്ട ലീലാമോ, പനി കാരണം അവളുടെ ടേസ്റ്റ് ഒക്കെ പോയിരിക്കുക. ഇനിയിപ്പോ ഒക്കെ ശരിയായിട്ട് കൊടുക്കാം. ഭക്ഷണം നന്നായിട്ട് കഴിച്ചാലല്ലേ ആരോഗ്യം തിരിച്ചു വരൂ. അവളെ കൊണ്ട് തീറ്റിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഭക്ഷണം കുത്തി ഇറക്കാൻ അല്ലെങ്കിൽ അമ്മ മിടിക്കുക. ഏതായാലും ഞാൻ ഇതിൽ തേങ്ങ വെക്കുന്നുണ്ട്. ഏകദേശം എല്ലാ പണി ഒതുങ്ങിയില്ലേ? എന്നാ ഞാൻ അവളെ പോയി എണീപ്പിക്കട്ടെ, കാലത്ത് മരുന്ന് കഴിക്കാനുണ്ട്. ആ സമയം ഒരുപാടായില്ലേ, നീ ചെന്ന് അവളെ വിളിക്ക്. ഞാൻ ചെന്ന് കാപ്പി കുടിക്കാൻ ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് വരാം. ആ ലീലമ്മ, ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. നമ്മളെ വിളിക്കാതെ അവൾ എഴുന്നേക്കില്ലല്ലോ. അല്ല ചമ്മ, ഇത് ആർക്ക് കഴിക്കാനാ? എനിക്കെന്തിനാ ഇത്രയും കോരി കഴിക്കുന്ന? ഇതിലത്രയും പച്ചക്കറിയാ. ഇതൊക്കെ നിനക്ക് കഴിക്കാനുള്ളതാ. മര്യാദയ്ക്ക് കഴിച്ചോ. സച്ചോച്ചി അച്ഛമ്മയുടെ കയ്യിൽ പെട്ടുപോയി. ഇനി കഴിക്കാതെ രക്ഷയില്ല. ഇതിനു വേദം ഹോസ്പിറ്റലിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നു. ഡോക്ടർ പറഞ്ഞില്ലേ 2 ദിവസം കൂടെ കിടന്ന് റെസ്റ്റ് എടുക്കാൻ. നീ കേട്ടില്ലല്ലോ. നിനക്കല്ലേ വീട്ടിൽ വരണം. ഞാൻ കരുതിയോ ഇവിടെ വന്നാ ഇങ്ങനെയാന്ന്. മതി സച്ചുട്ടി, ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാതെ അതെടുത്ത് കഴിക്കേ. സത്യേട്ടാ, ഞാനിന്ന് ഹാഫ് ഡേ ലീവാണ്. ആഫ്റ്റർനൂൺ ഞാൻ വന്നോളാം. അന്തൂറ്റി, നീ രാവിലെ എങ്ങോട്ട് പോവാ? വലിയേട്ടാ, ആരും ഡിസ്ചാർജ് ആയിട്ട് എനിക്ക് പോയി നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അങ്ങോട്ട് പോയിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാം. രാവിലെ കല്ലു ശംഭു എന്നോട് പറഞ്ഞതേ ഉള്ളൂ കുട്ടേട്ടന്റെ വീട്ടിലോട്ട് അവര് പോകുന്നു. അപ്പോഴേ മനസ്സിൽ കരുതിയത് എനിക്കും പോണോന്ന്. ആര്യേട്ടൻ എന്തായാലും അങ്ങോട്ട് പോവല്ലേ, ഞാനും കൂടെ വരാം. വിശ്വേട്ടാ, ഇവരൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഒന്ന് പോയിട്ട് വരാം. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവള് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കിയിട്ട് നമ്മൾ ഇങ്ങ് വന്നതല്ലേ. അതിനുശേഷം നമ്മളും പോയില്ലല്ലോ. നിനക്കങ്ങനെ തോന്നുവാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. അല്ല പാമേച്ചി, കഴിക്കുന്നില്ലേ? കഴിച്ചു കഴിഞ്ഞ് നമുക്ക് പോവാനുള്ളതല്ലേ. അത് ഞാനങ്ങോട്ട് സത്യയുടെ ഡിസ്ചാർജ് ആയതിനു ശേഷം ഞാനും ആരുവിനെ കണ്ടില്ല. ഇവരുടെ പൊക്കോട്ടെ. പോയിട്ട് വാ. ഓഫീസിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. സത്യം ഇവരുടെ വേണമെങ്കിൽ പോയിട്ട് വാ. ഏയ്, ഞാനിന്നലെ ഓഫീസ് കഴിഞ്ഞ് അവിടെ കയറിയിട്ടാ വന്നത്. പിന്നെ ഇവരൊക്കെ പോവല്ലേ, സച്ചു വീട്ടിലൊറ്റയ്ക്കല്ലേ. ഞാൻ അവളുടെ കൂടെ ഇവിടെ നിന്നോളാം. അല്ല സത്യ, ഏതായാലും ഞങ്ങളൊക്കെ പോവല്ലേ. സച്ചുട്ടിനെ കൂടെ ഞങ്ങൾ കൂടെ കൊണ്ടുപോയിക്കോളാം. വേണ്ട, അങ്ങോട്ട് അവൾ വരുന്നില്ല. അവൾക്ക് വയ്യാത്തതല്ലേ, റെസ്റ്റ് എടുക്കട്ടെ. ഒരാഴ്ചയായിട്ടും ഈ പണിന് പ്രത്യേകിച്ച് ഒരു കുലുക്കുമില്ലല്ലോ. അങ്കി മോനെ, നീ റെഡിയായോ? ഭക്ഷണം റെഡിയായി, ബാ. ആ അച്ഛാ, ഞാൻ ദാ വരുന്നു. ആരോ, നീ ഫ്രഷ് ആയോ? ബാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാം. ആകാശേട്ടാ, അങ്കി എവിടെ? അവൻ പോകാൻ റെഡിയായോ? അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ താഴേക്ക് വരും. ആകാശേട്ടാ, അമ്മ ഇപ്പൊ വിളിച്ചിരുന്നു. അവിടുന്ന് അവരൊക്കെ ഇങ്ങോട്ട് വരികയെന്ന്. കല്ലു ശംഭു എന്ന് വരുമെന്ന് സത്യം ഇന്നലെ വന്നപ്പോ പറഞ്ഞു. എല്ലാരും വരുന്നുണ്ടോ? ഞാൻ ചോദിച്ചു എല്ലാരും വരുമോന്ന്. എല്ലാരും വരും. ഏട്ടനും സച്ചൂട്ടി മാത്രം വരൂല. അത് പിന്നെ അറിയാന്നുള്ള കാര്യമില്ലേ, സത്യൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന്. അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലേ? അച്ഛാ, എനിക്കിപ്പോൾ തന്നെ സമയമായി. ഞാൻ ഇറങ്ങാം. ഞാൻ ഓഫീസിൽ നിന്ന് കഴിച്ചോളാം. അവൻ കഴിക്കാതാണല്ലോ പോകുന്നത്. അവൻ വന്നത് ഞാൻ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവിടുത്തെ കാര്യം പറയില്ലായിരുന്നു. ഏയ്, പറഞ്ഞില്ലെങ്കിലും അവരോട് വരുമ്പോ അവൻ അറിയില്ലേ. അവൻ കഴിക്കാന്നല്ലേ പറഞ്ഞ, കഴിച്ചോളും. ഇന്നലെ ഞാനും സത്യം സംസാരിക്കുന്ന കൂട്ടത്തില് നമ്മുടെ കല്ലുവിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അമേരിക്കയിൽ പോകുന്നില്ലായിരുന്നു എങ്കിൽ ഇവിടെ തന്നെ അടുത്ത കോഴ്സിന് കോളേജിൽ ചേർക്കായിരുന്നു എന്ന്. അവൾ ദൂരോട്ട് പോകുന്നതിൽ സത്യമായിട്ട് നല്ല വിഷമമുണ്ട്. എന്നോടും ഈ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ ശംഭുവിൻ്റെ ഡാഡി അങ്ങോട്ട് വിളിക്കുമ്പോൾ നമുക്ക് വിടാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരല്ലേ തീരുമാനിക്കേണ്ട. ഡാഡി ചോദിച്ചിട്ട് കല്ലുവിന്റെ സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. അവൾക്ക് അവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. കോളേജ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം. അതേതായാലും നന്നായി. വെറുതെ നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നത്.
സച്ചൂട്ടി എന്ത് പറയുന്നു? എന്ത് പറയാൻ, അവളൊന്നും പറയുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ അവൾ ആ പഴയ പോലെ തന്നെ. അവളുടെ മട്ടും ഭാവം കണ്ട ഒന്നും നടക്കാത്ത പോലെയാ. വലിയമ്മ പറഞ്ഞതുപോലെ ഞാൻ സംസാരത്തിനിടയിൽ 1-2 തവണ അങ്കിയേട്ടന്റെ കാര്യം എടുത്തിട്ടു. അവിടെ പ്രത്യേകിച്ച് ഒരു കുലുക്കുമില്ല, കേൾക്കാത്ത പോലെ ഇരുന്നു. അങ്കി അങ്ങനെ തന്നെ ആ കാര്യം പറഞ്ഞാൽ തന്നെ എണീറ്റ് പോവും. അവന്റെ ഉള്ളില് ശരിക്കും നല്ല വിഷമമുണ്ട്. വിഷമിക്കണം നോക്കിയിരുന്നതേ ഉള്ളൂ. നമ്മൾ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവരൊന്നിക്കാൻ. എന്ത് ചെയ്യാൻ? ഇങ്ങോട്ട് വാ, പറഞ്ഞുതരാം. അതില്ലേ ഈ 3 മമ്മീസും കൂടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് വല്യച്ഛന്റെ കയ്യിൽ നിന്ന് മേടിക്കോ? മണിക്കുട്ടി, ഇത് വല്ലതും നടക്കോ? ഏട്ടത്തിന് മിണ്ടാതിരുന്നേ, നമ്മളിത് നടത്തും. അതെ, നമ്മൾ 3 കൂടെ ഇത് നടത്തും. ഇപ്പോഴാണ് ശംഭു നീ ഈ കാര്യം പറയണ? ടിക്കറ്റ് ഇടുമ്പോൾ പോലും ഞങ്ങളോട് ആരും അറിയിച്ചില്ലല്ലോ. ഇനിയിപ്പോ ഒരാഴ്ച പോലും തികച്ചില്ലല്ലോ നിങ്ങൾക്ക് പോവാൻ. ഡാഡി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചപ്പോ ഞാൻ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാ ഞാനും അറിയണം. എന്നാലും ഇത് വളരെ പെട്ടെന്നായിപ്പോയി. ഇനിയിപ്പോ 4-5 ദിവസം പോലും കഷ്ടിച്ചില്ല. കല്ലുവാണെങ്കിൽ ആദ്യമായിട്ടാ ദൂരം മാറി നിൽക്കണ. അവക്കവിടെ അഡ്മിഷനൊക്കെ എടുത്തു എന്നല്ലേ സിദ്ധു പറയണ. അതുകൊണ്ടായിരിക്കും ഇത്ര നേരത്തെ. എന്നാലും സത്യയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ അവർക്ക് നമ്മളോടൊന്ന് പറയായിരുന്നു. ആര്യേട്ടാ, അവർ കല്യാണം കഴിഞ്ഞപ്പോഴേ പറഞ്ഞതല്ലേ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ആര്യവട്ടത്തെയും ഇത് തന്നെ പറയണ. പോയാ പിന്നെ എങ്ങനെ അവളെ കാണാന്ന്. അവൾ ഇന്നലെ കൂടെ എന്നെ വിളിച്ച് സങ്കടപ്പെട്ടതേ ഉള്ളൂ. പഴയ പോലെ നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒത്തിരി ആയില്ലേന്ന് പറഞ്ഞ് വായിലോട്ടിട്ടില്ലതാ ഇന്ന് കേൾക്കുന്ന ഇവർക്ക് പോകാൻ സമയമായിന്ന്. സത്യ പിള്ളേര് പോകുന്നതിന് മുന്നേ ആരും കുടുംബവും നമ്മുടെ അമ്പാടിയും കുടുംബവും ഒക്കെ വിളിച്ച് നമുക്കൊരു ദിവസം ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം. മണിക്കുട്ടി, നിന്റെ പ്ലാന് വർക്കായി. മിണ്ടാതിരിക്കെ, സത്യത്തിന് ഇതുവരെ മിണ്ടിയിട്ടില്ല. സത്യ മോനെ, നീ എന്താ ആലോചിക്കുന്ന? അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ, എല്ലാരും വിളിച്ച് ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് കൂടണമെന്ന്. അതോ നിനക്കതിലെന്തെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പോ? എനിക്കെന്ത് എതിർപ്പ്? അവരൊക്കെ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ അമ്മ പറഞ്ഞാൽ മതി. ഞാനും ആര്യനും സിദ്ധുവൊക്കെ ചേർന്ന് ചെയ്തോളാം. 2 ദിവസം കഴിഞ്ഞാൽ ഇവരുടെ പാക്കിങ്ങും കാര്യങ്ങളായിട്ട് തിരക്കാവും. ഇനിയിപ്പോൾ അധികം സമയമില്ല. ഈ പരിപാടി നമുക്ക് നാളെ തന്നെ അങ്ങ് വച്ചേക്കാം. ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. നാളെ ഞായറാഴ്ച അല്ലേ, എല്ലാവരും ഉണ്ടാവും. അതെ, ഞായറാഴ്ച ആകുമ്പോൾ സ്കൂളും അംഗനവാടിയൊക്കെ അവധിയല്ലേ. പിന്നെ അങ്കിയുടെ കാര്യം അത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ലീവ് എടുപ്പിക്കാം. അതായിരിക്കും നല്ലത്. കണ്ടോ അവന്റെ കാര്യം പറഞ്ഞപ്പോ അവള് ശ്രദ്ധിക്കുന്നില്ല. അത് കുഴപ്പമില്ല, സത്യയുടെ സമ്മതിച്ചല്ലോ. ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാം. സൺഡേ ആകുമ്പോൾ എല്ലാവർക്കും ലീവായിരിക്കും. വേറെ പ്രശ്നങ്ങളും ഇല്ല. സത്യേട്ടാ, എന്നാൽ നാളെ തന്നെ നമുക്ക് നടത്താം. നടത്താം. ആള് ഫോണിൽ കളിക്ക. ഉറങ്ങാൻ സമയമായില്ല. ബാ. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് പോവാതിരുന്നാൽ മതിയായിരുന്നു. അങ്കി, ഫോൺ നോക്കുകയാണോ? ഉറങ്ങാറായില്ലേ നിനക്ക്? ഇല്ലമ്മ, നാളെ ഓഫീസ് ലീവാ. അതുകൊണ്ട് ലേറ്റായിട്ട് കിടന്നാൽ മതി. അങ്കി, കല്ലു നിനക്ക് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. നീ എന്താ അതിന് റിപ്ലൈ കൊടുക്കാത്ത? അവൾ എന്നെ വിളിച്ച് സങ്കടം പറഞ്ഞു. നാളെ നമ്മുടെ തറവാട്ടിൽ പോകുമ്പോൾ നിന്നെ കൂടെ കൊണ്ടുപോകണമെന്നാ പറയുന്ന. അങ്കി, അവളുടെ ഏട്ടനല്ലേ നീ വേണോന്ന് അവള് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിനക്കും നാളെ ഞങ്ങൾ പോകുമ്പോ കൂടെ വന്നൂടെ? ഇല്ലച്ച, അതൊന്നും ശരിയാവില്ല. നിങ്ങൾ രണ്ടാളും പോയിട്ട് വാ. ഞാൻ അന്വേഷിച്ചു അവളടുത്ത് പറഞ്ഞാൽ മതി. നീ വരുന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല. അവര് കുടുംബത്തോടെ വരാനാ പറഞ്ഞത്. ആകാശേട്ട ആര്യേട്ടനെ വിളിച്ച് പറഞ്ഞോ ഞങ്ങൾ വരുന്നില്ല എന്ന്. അല്ല കുഞ്ഞേച്ചി, ആരും അടുത്തിനെ കാണുന്നില്ലല്ലോ. ഇനി വരൂലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാനൊക്കെ കുഴഞ്ഞു പോവുമല്ലോ. ഇല്ലില്ല, 3 ആൾ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ വരെ അങ്കി ഭയങ്കര കടുംപിടുത്തായിരുന്നു വരൂലെന്ന്. പിന്നീട് അങ്ങനെയൊക്കെ സമ്മതിച്ച് ഇപ്പൊ 3 ആളും വരുന്നുണ്ട്. ആണോ? അപ്പൊ അങ്കിയുടെ കാര്യത്തിൽ ടെൻഷനില്ല. ഇനി ഇവിടുത്തെ സാധനത്തിലിപ്പോ ഞാൻ എണീപ്പിക്കട്ടെ, കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഏതായാലും പോയി നോക്കട്ടെ. വിചാരിച്ച പോലെ തന്നെ നേരെ ഇരുട്ടിയാലും വെളുത്താലും അവക്കെന്താ ഒരു കൂസലും ഇല്ല. സച്ചു, എഴുന്നേക്ക്, മതി ഉറങ്ങിയത്. സച്ചു, നിന്നോടാ പറഞ്ഞ വീട്ടില് ആൾക്കാർ വരുമ്പോഴാ അവളുടെ ഒരു ഉറക്കം. എണീറ്റ് പോയി റെഡിയാവും, പെട്ടെന്ന് എഴുന്നേക്ക്. എന്താ മമ്മി കുന്തം? ആൾക്കാർ വീട്ടിലേക്ക് വരുമ്പോഴാ അവളുടെ ഉറക്കം. എഴുന്നേക്ക്, ചെന്ന് റെഡിയാവും പോ.
അതിനവര് എന്നെ കാണാനാണോ? കല്ലൂനെ നോക്കാനല്ലേ വരുന്ന? പിന്നെ മമ്മിക്ക് എന്താ? മമ്മിക്ക് ഞാനൊന്നും പറയുന്നില്ല. കിടന്നുറങ്ങാതെ എനിക്കിപ്പോൾ റെഡിയാവും. പോ. ആ, ഞാൻ ഫ്രഷ് ആവാം. ഞാനൊന്ന് ഇരിക്കട്ടെ ആദ്യം. ഇരിക്കുന്നൊക്കെ കൊള്ളാം. വീണ്ടും കിടന്നുറങ്ങിയ ചട്ടം കൊടുത്തായിരിക്കും അടുത്ത് ഞാൻ പറഞ്ഞ കേട്ടല്ലോ. ഇതെന്താ ഇവിടെ ഒരു സൈലൻസ്? അല്ലെങ്കിൽ ഇന്ന് ഓഫീസിൽ ലീവാണോ അതോ ലീവ് എടുത്തതാണോ? ഇല്ല വല്യച്ഛൻ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലീവാ. അല്ലെങ്കിൽ ഇവിടെ രണ്ട് പാവങ്ങളുണ്ട്, ഇടയ്ക്കൊക്കെ ഞങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരാൻ നിനക്ക്. ആ മുത്തശ്ശ, ഞാൻ വരാം. അല്ല സത്യേട്ടാ, സച്ചൂട്ടിനെ കാണാനില്ല. അത് ഇതുവരെ എഴുന്നേറ്റില്ലേ അതോ ഇപ്പോഴും ഉറക്കമാണോ? ഇല്ല ചിറ്റപ്പോ, എഴുന്നേറ്റു. ഒന്ന് സമാധാനമായിട്ട് കിടക്കാൻ നിങ്ങളുടെ മാമയച്ച് സമ്മതിക്കണ്ടേ? അല്ല, എവിടെ പൊന്നു മീനും ഒക്കെ വന്നില്ലേ? പൊന്നൂന് വൈകുന്നേരം ഒരു ഡാൻസ് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് പൊന്നു അമ്മ ഇങ്ങോട്ട് വരും. മീനും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവൾ അകത്തുണ്ട്, നീ കണ്ടില്ലേ? അല്ല സത്യ, നിനക്കെന്ത് പറ്റി? നീ വല്ല മൗനവ്രതത്തിലുമാണോ? ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. നിന്നെ പോലെ അനാവശ്യമായിട്ട് ഞാൻ സംസാരിക്കാറില്ല. ആവശ്യം വരുമ്പോൾ മിണ്ടാൻ എനിക്കറിയാം. എന്നാ സംസാരിക്കാനുള്ള ടോപ്പിക്ക് ഞാൻ തന്നെ എടുത്തിടാം. കഴിഞ്ഞ 2 ആഴ്ച ഞാനൊന്നും മിണ്ടിയില്ല. നിങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുമെന്ന് കരുതി. നിങ്ങളുടെ മക്കളുടെ കാര്യത്തില് നിങ്ങളുടെ തീരുമാനം എന്താ? ആ കാര്യത്തില് സത്യല്ലേ തീരുമാനം എടുക്കാണ്ട ഞങ്ങൾ എന്ത് പറയാൻ? ശരി, എന്നാ സത്യ നീ പറ, നിന്റെ തീരുമാനം എന്താ? ഇതുവരെ അവരോരോന്നും ചെയ്തത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചിട്ടല്ലല്ലോ. അതുകൊണ്ട് അവരോട് തന്നെ ചോദിക്ക് ഇനി എന്താന്ന്. അത് സത്യ പറഞ്ഞത് വലിയൊരു പോയിന്റാ. അവരുടെ കാര്യം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അങ്കി, ആദ്യം നീ പറ, നിന്റെ തീരുമാനം എന്താ ഇനി മുന്നോട്ടുള്ള കാര്യത്തില്? അത് സച്ചു എന്ത് തീരുമാനിച്ചാലും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതെന്താ അങ്കി അങ്ങനെ? ഇത് നിന്റെയും കൂടെ ലൈഫല്ലേ. അവളുടെ തീരുമാനം മാത്രം പോരല്ലോ, നിന്റെ തീരുമാനവും ഞങ്ങൾക്ക് കേൾക്കണ്ടേ? അവളെപ്പോലെ തന്നെ നിനക്ക് നിന്റെ അഭിപ്രായം പറയാം. ഞങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതെനിക്കറിയാം. അതുകൊണ്ട് അവളുടെ തീരുമാനം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായെന്ന് നീ അംഗീകരിക്കുന്നില്ലേ? അത് തന്നെ വലിയ കാര്യം. സച്ചു, മോളുടെ തീരുമാനം എന്താ? എന്തായിരിക്കും മാമേ അവളുടെ തീരുമാനം? ആ, അത് അവൾക്ക് തന്നെ അറിയാം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. അച്ചച്ച, ഞാൻ ചെയ്തു കൂട്ടിയ പല കാരണങ്ങളും കൊണ്ട് ഞാൻ എൻ്റെ ഡാഡിയെ ഒരുപാട് വിഷമിപ്പിച്ചു. ഇനി എൻ്റെ കാര്യത്തിൽ ഡാഡി തീരുമാനം എടുക്കും. ഡാഡി എന്ത് തീരുമാനം എടുത്താലും അത് തന്നെ എൻ്റെ തീരുമാനം. സത്യ, കറങ്ങി തിരിഞ്ഞ് വീണ്ടും കാര്യങ്ങൾ നിന്റെ കയ്യിലേക്കാ വന്നത്. ഇനി ഇവരുടെ കാര്യത്തിൽ നീ വേണം തീരുമാനം എടുക്കാൻ. എന്താ നിന്റെ തീരുമാനം? ഇവരിതുവരെ ചെയ്തു കൂട്ടിയത് പ്രായത്തിൻ്റെ പക്വത ഇല്ലായ്മയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഒരു ഇൻഫാക്റ്റുവേഷൻ, അതിനപ്പുറത്തേക്ക് ഈ കാര്യം സംസാരിക്കാനൊന്നുമില്ല. സച്ചുട്ടി ആദ്യം സ്വന്തം കാലിൽ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ആലോചിക്കാം. അതാ എൻ്റെ അഭിപ്രായം. ഈ സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ അവളുടെ മനസ്സ് മാറ്റിയെടുക്കും. നോക്കിക്കോ, ഡാഡി എന്ത് പറഞ്ഞാലും കേൾക്കുന്ന മോളാണല്ലോ അത്. ബാമിച്ച് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തൊക്കെ നടന്നില്ലേ? അവരവരുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിഞ്ഞു. ഇനി പ്ലാൻ ബിയിലോട്ട് നമുക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ എല്ലാ മമ്മീസും കിച്ചണിലോട്ട് വിട്ടോ. സച്ചുച്ചയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ പത്മനാഭ, ഈ പ്ലാനിൽ സച്ചു വിടണേ. വാ പോവാം. സച്ചുജി, അമ്മ കിച്ചണിലോട്ട് വിളിക്കുന്നുണ്ട്. കിച്ചണിലോ? എന്തിനി? ചായ കുടിക്കാനായിരിക്കും. ഇപ്പൊ ചായ കുടിക്കാൻ ടൈമല്ലേ? ആണോ? എനിക്ക് ചായ കുടിക്കാൻ മൂടില്ല. അതൊന്നും ശരിയാവില്ല. വന്നേ. എനിക്കിപ്പോ ചായ കുടിക്കാൻ മൂടില്ല. നീ വേണമെങ്കിൽ പോയി കുടിക്ക്. ചെല്ല്. മൂത്തതാണെന്ന് ഞാൻ നോക്കൂല. മര്യാദയ്ക്ക് വന്നേ, ഇല്ലെങ്കിൽ ഞാൻ പൊക്കി എടുത്തോണ്ട് പോവും. ഓഹോ, നിനക്ക് അത്രയും സ്റ്റാമിന ഉണ്ടെങ്കിൽ നീ എന്നെ പൊക്കിക്കൊണ്ട് പോ. എന്നാ ശരി, കൊണ്ടുപോയിട്ടാ കാര്യം. താഴെ വെക്കടി. മീനു, സച്ചുവിനെ പറ്റി അറിയാലോ. അവൾക്ക് ഭയങ്കര ബുദ്ധിയാ. ചെറിയൊരു ഡൗട്ട് അടിച്ചാ അവളെ പിടിച്ചെടുക്കും. ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം നീ സംസാരിക്കാൻ. അവൾക്കൊരു സംശയവും വരില്ല. അത് ഞാൻ ഏറ്റു. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. മീനു, മണിക്കുട്ടി വേണ്ടാതിരിക്കെ. അവള് വരുന്നുണ്ട്. മണിക്കുട്ടി, കല്ല് പറഞ്ഞു ചായ കുടിക്കാൻ എന്നെ വെളുപ്പിച്ചു എന്ന്. ആ സച്ചുട്ടി, അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. മോളെടുത്ത് കുടിച്ചോ. അല്ല മീനു, ആരോട്ടത്തിലൂടെ നിനക്ക് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്താ അത്?
ആ കുഞ്ഞേച്ചി അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ഇന്നലെ അംഗനവാടി വിട്ട് ഞാൻ വരുമ്പോ അങ്കിന്റെ കാർ വഴി പാസ് ചെയ്ത് പോയി. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതാരാ? ഇന്നലെ ആർച്ച മോള്, നമ്മുടെ അങ്കിയുടെ ബോസില്ലേ, അയാളെ മോളാ. ഞങ്ങളോടൊക്കെ ഭയങ്കര കാര്യ. ഇടയ്ക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ അവന്റെ കൂടെ അവിടെ വരാറുണ്ട്. ഞാനത് ആലോചിച്ച ഇതാരപ്പ അങ്കിന്റെ കൂടെന്ന്. ഞാനതിന് മുന്നേ കണ്ടിട്ടില്ലല്ലോ. പോരാത്തിന് കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ അങ്കിക്ക് ചേരുകയും ചെയ്യും. ആർച്ചമോക്ക് ഇവിടെ വീടും പരിസരമൊക്കെ നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വരും. എനിക്ക് വയ്യാണ്ടിരുന്നപ്പോഴേ. അവനേക്കാ മൂത്തതാ, പക്ഷെ പാവ. അവന്റെ ബോസിന് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മുടെ അങ്കിയുടെ കാര്യത്തിലേ. നല്ലതാണെങ്കിൽ അത് കളയാൻ നിക്കണ്ട. അങ്കിക്ക് ജോലിയുണ്ട്, പിന്നെ പ്രായ വ്യത്യാസം. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊന്നും വലിയ കാര്യമില്ല. മോംസ് കൊണ്ടു ആള് പോയി. മോന്ത കണ്ടിട്ട് എനിക്കും തോന്നുന്നു കൊണ്ടുവന്ന്. ആ ചെക്കനെ ഒന്നും ചെയ്യാതിരുന്നാ മതി. ഒന്നിക്കാൻ വേണ്ടിട്ടല്ലേ. അവനിടണം കൊണ്ടാലും കുഴപ്പമില്ല. നമുക്ക് കല്യാണം നടന്നാ പോരേ. ആഹാ, കേട്ടിടത്തോളപ്പോ നിന്റെ കമ്പനി കൊള്ളാലോ. സ്ട്രെസ് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. സാറിന് എന്നെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല സച്ചു, നീ അങ്ങോട്ട് ഹെൽമെറ്റൊക്കെ എടുത്തോണ്ട് പുറത്തേക്ക് പോവാണോ? ആ ഡാഡി, കൊറേ ആയില്ലേ വണ്ടി പൊടിയടിച്ച് വെളിയിലിരിക്കുന്നു. ഞാൻ കരുതി ഒന്ന് പുറത്തേക്ക് വരാന്ന്. കിട്ടുന്നതിന് മുന്നേ ഞാൻ തിരിച്ചു വരും. നീയല്ലേ മണിക്കുട്ടി പറഞ്ഞ അവള് ജലസ് പോത് അവനോട് പോയി സംസാരിക്കുമെന്ന്. ഇതിപ്പോ അവള് ബൈക്കും എടുത്ത് പുറത്തേക്കാ പോകുന്ന. ഈ പ്ലാനും പൊളിഞ്ഞു. ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇനിയിപ്പോ പറ്റാള് എന്നെ എടുത്തിട്ട് അലക്കോ? മതി, ഇതൊന്നും നമ്മള് കൂട്ടിയെ കൂടൂല. അവറ്റോള് വേണമെങ്കിൽ ഒരുമിച്ച് പോട്ടെ, ഇല്ലെങ്കിൽ തല്ലി പിരിയട്ടെ. തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഗിവപ്പ് ആവല്ലേ. നമുക്ക് എന്തെങ്കിലും വഴി കിട്ടും. വെയിറ്റ് ചെയ്യാം. നിങ്ങൾ രണ്ടിടത്തിനും കൊണ്ട് എവിടെയെങ്കിലും പോയോ? ഇതാണ് അവസ്ഥ. അമ്മ എന്തോരം പ്രാവശ്യം പറഞ്ഞതാ അവിടെ നിക്കാന്ന്. അച്ഛനും പറ്റില്ല, മോനും പറ്റില്ല. ഇങ്ങോട്ട് എന്നെ വരണം. ഇവിടെ കിടന്നാലേ ഉറക്കം വരൂ. ഈ കാര്യത്തില് എന്നോട് തട്ടിക്കയറാൻ നിക്കണ്ട. അവിടെ വെച്ച് നീ നിക്കാമോ ചോദിച്ചപ്പോ ഞാൻ ആന്ന് പറഞ്ഞതല്ലേ. നിന്റെ മോനാ പറഞ്ഞത് നിക്കാൻ പറ്റൂലെന്ന്. നിങ്ങൾ രണ്ടാളോടും ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ അവിടെ നിന്നോ, ഞാൻ വീട്ടിലൊറ്റയ്ക്ക് പൊക്കോളാന്ന്. നിങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങൾ എൻ്റെ കൂടെ വന്നു. ഞാൻ എന്ത് ചെയ്യാൻ? എങ്കിൽ ഇന്ന് അവിടെ നമ്മൾ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നിനക്ക് സച്ചിനോട് സംസാരിക്കാൻ ഒരവസരം കിട്ടില്ലേ? അമ്മ വിചാരിക്കുന്ന പോലെ അല്ല അവള്. നമ്മൾ ഇത്രയും നേരം അവിടെ ഇരുന്നിട്ട് അവൾ തിരിച്ചു വന്നോ? അതിൻ്റെ കൂടെ ഞാൻ ഇന്നവിടെ സ്റ്റേ ആണെന്നൂടെ അവൾ അറിഞ്ഞാൽ അവൾ അങ്ങോട്ട് വരില്ല. അതുകൊണ്ടാ. ഈ പിള്ളേര് ഇനിയിപ്പോ നമുക്കിതിലൊന്നും ചെയ്യാനില്ല. അവരിനെന്തെന്നത് ചെയ്യട്ടെ. ആകാശേട്ടാ, ഇതാരാ ഈ സമയത്ത്? ആ, എനിക്കങ്ങനെ അറിയാൻ. നോക്കട്ടെ. അമ്മാവോ, ഹായ്. ഹായ്. സച്ചു, എന്താ മോളെ ഈ നേരത്ത്? ഇവറ്റൊക്കെ ഉറക്കമില്ലേ? അമ്മായി, ഓ മക്കളെ, പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? ഇവളിതെങ്ങോട്ടാ ബോട്ടിലും പിടിച്ചോണ്ട് പോകുന്ന? എങ്ങോട്ട് കണ്ടൂടെ? അങ്കിയുടെ റൂമല്ലേ അങ്ങോട്ട്. ഇവളപ്പോ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ലായിരുന്നു. ഏതായാലും ഞാൻ ഭാമയെ വിളിച്ചൊന്ന് പറയട്ടില്ലെങ്കിൽ അവര് പേടിക്കും. സത്യമായിട്ട് ഇവിടെ ബുക്കും വായിച്ചിരിക്കുകയാണോ? ആ പെണ്ണ് ഇവിടുന്ന് രാവിലെ ഇറങ്ങി പോയതാ. ഇതുവരെ തിരിച്ചു കയറി വന്നിട്ടില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. അവൾ എങ്ങോട്ടാ പോയത്? ഇയാളെന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ആ പുത്തതി തന്നെ കണ്ണു നട്ടിരിക്കുകയാണല്ലോ. ആരുമാണല്ലോ. അവളെന്താ ഈ സമയത്ത്? തന്നെ. ശരി ശരി, ഓ വച്ചോ. എന്താ കാണാതായ നിന്റെ മോളെ കണ്ടു കിട്ടിയോ? അതവള് ആരുന്റെ വീട്ടിലുണ്ട്. ഇത്രയും നേരമായിട്ട് അവളെ ഇങ്ങോട്ട് കാണാത്തപ്പോ സത്യേട്ടൻ എന്താ ടെൻഷൻ അടിക്കാത്ത? അപ്പൊ അവൾ ആരുന്റെ വീട്ടിലാണെന്ന് സത്യേട്ടൻ അറിയായിരുന്നോ? ആ,
അവൾ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടാ അങ്ങോട്ട് പോയത്. ഓഹോ, അപ്പൊ ഡാഡിക്കെല്ലാം അറിയാം. ഞാൻ വീണ്ടും പുറത്താ എനിക്ക് കണക്കായിപ്പോയി. ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്, കണ്ണടച്ച് പാൽ കുടിച്ചാൽ ഞങ്ങളൊന്നും അറിയില്ലാന്ന്. ഓരോന്നും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ. സത്യേട്ടൻ അങ്ങനെ അറിയാം? ശംഭുവിൻ്റെ ഡാഡിയെ ഞാൻ വിളിച്ചിരുന്നു ടിക്കറ്റിൻ്റെ കാര്യം അന്വേഷിക്കാൻ. അയാൾ ബുക്കാക്കിയിട്ടില്ല. അവളുമാരൊരു കുടുംബസംഗമം. അപ്പൊ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചതാണല്ലേ? അപ്പോ പിള്ളേരെ കാര്യത്തിൽ എന്താ തീരുമാനം? തീരുമാനമൊക്കെ നാളെ അവന് ജീവനുണ്ടോയെന്ന് അറിഞ്ഞിട്ടെടുത്താൽ പോരെ. ആദ്യം നേരം വെളുക്കട്ടെ. അമ്മ അകത്തേക്ക് വന്നു. ഡോർ ലോക്കല്ല. അമ്മ എന്താ കിടക്കാത്ത? മെഡിസിനൊക്കെ കഴിക്കുന്നതല്ലേ? നന്നായിട്ട് ഉറങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? അമ്മ ഇന്ന് നന്നായിട്ട് ഉറങ്ങും. മോന്റെ ഉറക്കത്തില എനിക്ക് ടെൻഷൻ. സച്ചു, നീ എപ്പോ വന്നു? എന്താ നിനക്ക് കണ്ണില്ലേ? ഞാനിപ്പോ വന്നത് നീ കണ്ടില്ലേ? സച്ചു, നീ കുടിച്ചിട്ടുണ്ടോ? ശരി, നീ വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. നീ ആടാ പന്നി, എന്റെ അച്ഛനോ? ഇങ്ങോട്ട് വരാനറിയാമെങ്കിൽ പോവാനും എനിക്കറിയാം. ആ ശരി, ദേഷ്യപ്പെടണ്ട. വാ, നമുക്ക് ഹാളിൽ പോരുന്ന് സംസാരിക്കാം. ആന്താടാ നിന്റെ റൂമിൽ ഇരുന്ന് സംസാരിച്ചാ ഇവിടെ എനിക്ക് വരാൻ പാടില്ലെന്നുണ്ടോ? അതോ വേറെ ആരെങ്കിലും വരാന്ന് പറഞ്ഞോ? വേറെ ആരെങ്കിലോ? നീ എന്തൊക്കെയായി പറയണ? അച്ഛടാ പാവം, നിനക്കൊത് മനസ്സിലാവുന്നില്ലല്ലടാ. സച്ചു, പിടി പറയട്ടെ. നീ ഒരു തേങ്ങയും പറയണ്ട. ആരാടാ നിന്റെ ആർച്ച പറയാൻ? ആർച്ചയോ? അതിന്റെ ആരുമല്ല. പിന്നെ എന്തിനാണ് ചേച്ചേ നീ അവളെ കാറിക്കൊണ്ട് കറങ്ങുന്ന? സച്ചു, അവളെന്റെ ബോസിന്റെ മോളാ. ബോസിന്റെ മോളെ നീ കൊണ്ട് കറങ്ങോടാ. സച്ചു, എന്താ ഇത്? സച്ചു, പിടിവിട്. നീ ചുണ്ടൊന്നും കടിച്ച് പൊട്ടിക്കണ്ട, പേടിക്കണ്ട, ചേച്ചി ഒന്നും ചെയ്യില്ല. അതിനാര് പറഞ്ഞു എനിക്ക് പേടിയാന്ന്? ചേച്ചി തൽക്കാലം ഇവിടെ ഇരിക്കെ, ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ട് വരാം. അവര് സംസാരിക്കുന്ന ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല ആകാശേട്ടാ. നമുക്ക് ഡോർ അടച്ചു. ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കണ? വാ പോവാ. നിന്നോടാണ് തെണ്ടി ഡോർ അടയ്ക്കാൻ പറഞ്ഞത്. ഡോർ അടയ്ക്കാൻ സംസാരിക്കാൻ നിനക്ക് പറ്റില്ലേ? സച്ചു, നീ ഈ തെറി വിളിക്കുന്നൊക്കെ പുറത്തുനിന്ന് അച്ഛനും അമ്മയും കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഡോർ അടച്ചത്. കേക്കട്ടെ, എനിക്കെന്താ, അവരൊക്കെ കേക്കട്ടെ. അവരെ മോനൊരു വലിയ ചീറ്ററാണെന്ന് അവരറിയട്ടെ. ദേ സച്ചു, ഇല്ലാത്ത പറയരുത്. എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ ചീറ്റ് ചെയ്തിട്ടില്ല. ചീറ്റ് ചെയ്തിട്ടില്ല പോലും. നിനക്ക് അവളെ ഇഷ്ടമല്ലടാ, നിന്റെ ബോസിന്റെ മോളാ. ഇടി, നീ എന്തറിഞ്ഞിട്ടാ പറയണ? എന്റെ ബോസിന്റെ മോളുള്ളത് ശരിയാ, പക്ഷെ അവർക്ക് കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. You bloody cheat. അപ്പൊ നീ ഒരു ആന്റി ലവർ ആണല്ലേ? മാങ്ങാത്തോലി, ഇവളെ ഞാനിന്ന്. അത് കൂടെ നിൽക്കട്ടെ, അത് സിബിട്. എന്തിനി? ഞാനാണോ സിബൂരിയത്? പിന്നെന്താ ഇട്ട് തരാൻ ഞാൻ. பருவக்குளிரே என் பகுதி உசுரே மீன் குட்டி போல என்ன சீண்டி பார்க்காத துவரத்தளிரே என் குடிச குயிலே தீண்டாம മാറി നിക്കടാ. എന്താടി? എന്താണോ ഞാനിവിടെ വന്ന് നിന്റെ ഒരു കെട്ടിപ്പിടിച്ച് മറിയാനല്ല, നിനക്കടാണ് തന്നിട്ട് പോവാനാ. സച്ചു, രാവിലെ പറഞ്ഞത് തന്നെയാണോ നിന്റെ തീരുമാനം? അതിൽ മാറ്റമില്ലേ? എന്തിനി? ആർക്ക് വേണ്ടി ഞാൻ മാറണം? എന്നെ മറന്നു കളഞ്ഞ് നിനക്ക് വേണ്ടിട്ടോ? സച്ചു, പറ്റിപ്പോയി. ഒരവസരം കൂടി തന്നൂടെ? ഒരൊറ്റ കോള് വിളിച്ച് നിനക്ക് പറയായിരുന്നില്ലേ? നീ മറന്നില്ലേ? ഇപ്പൊ ശരിക്കും വലിയ മോഹൻ പറയുന്ന പോലെ ഒന്നിനും കൊള്ളാത്തവനായി മാറിയില്ല ഞാൻ. എനിക്കതൊന്നും അറിയില്ല. എന്റെ ഡാഡി പറയുന്നത് ഞാൻ കേൾക്കൂ. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഡാഡിയോട് പോയി സംസാരിക്കുക. വലിയ മാവൻ എപ്പോഴും നിന്നെ എൻ്റെ അടുത്ത് നകത്താനേ നോക്കിയിട്ടുള്ളൂ. ഞാൻ പോയി സംസാരിച്ചാൽ മാത്രം വലിയ മോൻ സമ്മതിക്കോ? അതൊക്കെ നിന്റെ കാര്യം, എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ വലിയ മാവനോട് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. സച്ചു, मारी पास आवरे जुगनू जुगनू
ആകാശേട്ടാ, മണി 8 ഡോർ തുറന്നില്ലല്ലോ അവര്. ഡോർ തുറന്നില്ലെങ്കിൽ അവർ എഴുന്നേറ്റില്ലെന്നല്ലേ? ഉറങ്ങുന്നുണ്ടാവും. ആകാശേട്ട മനസ്സെന്താ പറയുന്ന? ഇന്നലെ രാത്രി രണ്ടാളും സംസാരിച്ചിരുന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കിയിട്ടുണ്ടാവോ? ആരു, അതങ്ങനെ എനിക്കറിയാം. അവര് ഡോർ തുറന്ന് പുറത്തു വന്ന് പറഞ്ഞാലല്ലേ നമുക്കതറിയാൻ പറ്റൂ. പണ്ടാരടങ്ങൻ മനുഷ്യന്റെ സമാധാനം കളഞ്ഞിട്ട് രണ്ടും കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ. 9 മണി വരെ ഞാൻ നോക്കും. എണീറ്റില്ലെങ്കിൽ രണ്ടിനെയും ചവിട്ട് എണീപ്പിക്കും ഞാൻ. നോക്കിക്കോ. பருவக்குளிரே என் பகுதி உசுரே மீன் கொட்டி போல என்ன சீண்டி பார்க்காத മാറ് അങ്ങോട്ട്. என் குடிசக்குயிலே എന്തു പറ്റി? എല്ലാം ഉണ്ട്, ഒന്നും സംഭവിച്ചില്ല. നീ എന്താ നോക്കുന്ന? അത് ഇന്നലെ ബോധമില്ലാതെ വന്ന എന്നെ നീ എന്തെങ്കിലും ചെയ്തോന്ന് നോക്കിയതാ. എങ്ങനെ നിന്നെ ഞാൻ? ആ അല്ല, ഞാനിന്നലെ നിന്നെ വല്ലതും ചെയ്തിരുന്നോ? ചെയ്തിരുന്നോന്നോ? ഞാനൊന്നും പറയുന്നില്ല. ഈ റൂമിൽ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ കാണായിരുന്നു. ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെ ചെയ്തെന്നറിയോ? എന്തൊക്കെ? അത് ഞാൻ എങ്ങനെ എൻ്റെ വാ കൊണ്ട് പറയും? ടോയ്ലറ്റിൽ പോകാൻ മാത്രം യൂസ് ചെയ്യുന്ന എൻ്റെ... നിർത്ത്. നിനക്ക് നാണല്ലേ എന്തൊക്കെയാ വിളിച്ച് പറയണേ? അത് ശരി, നിനക്കിന്നലെ ചെയ്തപ്പോൾ കുഴപ്പമില്ല. ഞാൻ ഇന്ന് വിളിച്ച് പറയുമ്പോഴേ നിന്റെ പ്രശ്നം. ഈ കൊച്ചുണ്ടാവിൽ പറഞ്ഞ സത്യമാണോ? അപ്പൊ ഇന്നലെ നൈറ്റ് ഞാൻ പോലും അറിയാതെ എന്റെ എല്ലാം പോയി. എന്താ നീ ആലോചിക്കുന്ന? എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെ എന്നെ ഒഴിവാക്കാന്നാണോ? എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്ത് റിക്വസ്റ്റ്? എന്തായാലും നീ ഇന്നലെ എന്നെ നശിപ്പിച്ചു. ഇനി എൻ്റെ ജീവിതത്തിൽ വേറെ പെണ്ണില്ല. നീ എന്തായാലും പ്രഗ്നൻ്റ് ആവും. ആ കുഞ്ഞിനെ എനിക്ക് വേണം. കുഞ്ഞോ? ആ, എല്ലാം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ആ കുഞ്ഞിനെ വേണം. അങ്കി മുഖത്തേക്ക് നോക്ക്. കുഞ്ഞിൻ്റെ കാര്യം ഞാൻ ഊഹിച്ചതാ. പക്ഷെ ബാക്കിയൊക്കെ സത്യ. ഇന്നലെ എല്ലാം കഴിഞ്ഞു. ബോധമില്ലാതെ വന്ന എന്നെ നീ റൂമിൽ കയറ്റാൻ പാടില്ലായിരുന്നു. കഴിഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ സമ്മതിക്കൂല. ഓർമ്മയില്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഓർമ്മ വരുമല്ലോ. വാ അടച്ച് മിണ്ടാതിരുന്നില്ലെങ്കിൽ നേരത്തെ സൂസ് വയ്ക്കാൻ മാത്രമെന്ന് പറഞ്ഞില്ലേ, അത് പിന്നെ അവിടെ കാണില്ല. ആ, സത്യം എഴുന്നേറ്റല്ലോ. വാ, ഇവിടെ ഇരിക്കേ. അല്ല, ഇന്നലെ സച്ചു എപ്പോഴാ വന്നത്? അച്ഛാ, സച്ചു ഇന്നലെ അങ്ങോട്ട് വന്നില്ല. അവൾ എന്നോട് പറഞ്ഞിട്ട് ആരുടെ വീട്ടിലേക്കാ പോയത്. ആണോ ബാമേ? അങ്ങോട്ടാണ് പോയ? ആലില്ലാമോ? സച്ചു ഇന്നലെ ആര്യന്റെ വീട്ടിലാ. അവളെ വിളിച്ച് പറഞ്ഞിരുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ. പിള്ളേരെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നീട് കുടുംബമായിട്ട് കല്യാണം കഴിക്കേണ്ടി വരും. അത് കുഴപ്പമില്ല ചെറിയച്ച. സച്ചുട്ടിക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നല്ലോ, അച്ഛന്റെ അമ്മയുടെ കല്യാണം. അതുപോലെ അങ്കിനും സച്ചുട്ടിനും കൊച്ചിനും ആ ഒരു ഭാഗ്യം കിട്ടട്ടെ, അല്ലേ സത്യ? നിനക്ക് ഈ കാര്യത്തിനൊക്കെ നല്ല അഭിപ്രായമാണല്ലോ. നിന്റെ ഭാര്യ ഫോൺ വിളിച്ചിട്ട് അത് എടുക്കാത്ത. രാവിലെ അവളെന്നെ വിളിച്ചിരുന്നു. നീ തിരിച്ചങ്ങോട്ട് വിളിക്കേ. എന്റെ പൊന്നു മോനെ, അവളൊന്ന് തിരിച്ചു വിളിക്ക്. അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും അവളെ വിളിക്കും. ഒന്നുമില്ലെങ്കിൽ നിനക്കിടയ്ക്ക് അങ്ങോട്ടൊന്ന് പൊക്കൂടെ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ചെറിയമ്മ എനിക്കൊരു ചായ എടുക്ക്, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നോക്ക്, കുറച്ച് ദിവസത്തേക്ക് നീ വേണമെങ്കിൽ പൊക്കോ. ഇപ്പൊ കമ്പനിയിൽ തിരക്കൊക്കെ ഒഴിഞ്ഞില്ലേ? മാത്രമല്ല ഇപ്പൊ സച്ചുവും വരുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം. തൽക്കാലം എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുമ്പോൾ ഞാൻ തന്നെ പൊക്കോളാം. ചെറിയമ്മ ചായ എടുത്ത് വെക്ക്, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അപ്പോ ഇവറ്റാള് വീണ്ടും അടിച്ചു പിരിഞ്ഞു. ഓ, അങ്ങനെയാണെങ്കിൽ 4ാമത്തെ കുട്ടിക്കുള്ള എൻട്രി ആയി. ഓരോ പിണക്കങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരലിലാണല്ലോ ഓരോ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നത്. സത്യ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനൊന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ, തരാം. ഇവന്മാർ രണ്ടും എത്ര വളർന്നാലും ഇപ്പോഴും പഴയ പോലെയാ. അമ്മ, ഞാൻ സച്ചുവിനെ കൂട്ടി തറവാട് വരെ ഒന്ന് പോയിട്ട് വരാം. അമ്മായി, ഗുഡ് മോർണിംഗ്. ഓ, മോർണിംഗ് മോർണിംഗ്. ഉറക്കമൊക്കെ നോക്കൂ, സുഖമായിരുന്നോ? ഇല്ല. ഇവിടെ എന്താ ഇത്ര കൊതുക്? അമ്മായി പുകയ്ക്കാറൊന്നുമില്ലേ? പുകയ്ക്കേണ്ട സമയമൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ കൊതുകിനും ജീവിക്കണ്ടേ? എന്നാ പിന്നെ മോനോട് പറഞ്ഞു കൊതുക് ഫാക്ടറി തുടങ്ങിക്കോ. അതിന്റെ മാനേജറായിട്ട് നിന്നെ ഇരുത്താം. ആരും മിണ്ടാതിരിക്കേ. അല്ലെങ്കിൽ മോളെ കൊണ്ടുവിടാനായിട്ടാണോ അങ്ങോട്ട് പോകുന്നത്? അല്ലച്ച, എനിക്ക് വലിയ മോനോടൊന്ന് സംസാരിക്കണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്.
അത് മോനെ അങ്ങോട്ട്. ഏയ് അമ്മ പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് സംസാരിക്കുന്നേ ഉള്ളൂ. വലിയ മാമന് താല്പര്യമില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും, പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. എങ്കിൽ ഇത് തന്നെയാണ് നല്ലത്. നീയും സത്യം സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഏതായാലും മോളെയും കൊണ്ട് പോയിട്ട് വാ നീ. ആ ജീവനുണ്ടെങ്കിൽ തിരിച്ചു കാണാം. വാടി. ബൈക്ക് ഇവിടെ വച്ചോ, നമുക്ക് കാറിൽ പോയിട്ട് വരാം. ഓക്കെ ബോസ്, എല്ലാം സാറ് പറയുന്ന പോലെ. അല്ല, ഇതെന്താ കാറിനകത്ത് വെള്ളം? ഇതെന്താ ഇന്നലെ ഒന്നും ഇതിനകത്തില്ലായിരുന്നല്ലോ. ഓ പത്മനാഭ പെട്ടു. അവൻ്റെ ഒരു ബോസിന്റെ മോള് ശരിയാക്കി തരാൻ ഞാൻ. രണ്ടു നില ചേർച്ചയാണ് പോലും, എല്ലാത്തിനും ചേർപ്പിച്ച് തരാൻ ഞാൻ. ഓ ആഹാ, ഇതല്ലേ ആ ബോസ് കൊടുത്ത കാറ്? ഇതിലല്ലേ അവളെ കൊണ്ട് അവൻ കറങ്ങുന്ന? നീ ഇനി ഈ കാറിലിരുന്ന് കറങ്ങുന്ന എനിക്കൊന്ന് കാണണം. അച്ഛേ, ബോധമില്ലാതെ ഞാനിന്നലെ എന്താ ചെയ്തത്? സച്ചു, എന്താ ഇത്? അതില്ലെങ്കിൽ അവളുമായിട്ട് ഈ കാറിലൊക്കെ ഇറങ്ങിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ. ഓ നാണം കെട്ടവള്, ഇനിയിപ്പോ ഇതിലെങ്ങനെ പോവും? അത് പിന്നെ അവളെ കൂടെ കാറ് കറങ്ങുന്ന ആലോചിക്കണായിരുന്നു. ഞാൻ ഇത്രയല്ലേ ചെയ്തോളൂ, കാറ് നശിപ്പിച്ചൊന്നുമില്ലല്ലോ. മിണ്ടരുത് നീ, കുടിച്ചിട്ടോളാം. ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്ക്, ആദ്യം പോവാ. നോയിക്കൊണ്ടിരിക്കാതെ വാടാ. നാട നിന്റെ കിക്കൊക്കെ മാറിയാലോ, കൊണ്ട് തള്ളിയിടരുത്. അതൊന്നും ഗ്യാരണ്ടി ഇല്ല, പിടിച്ചിരുന്നോ എനിക്ക് പറന്നു പോകും നീ. സാരമില്ല, ഞാൻ നന്നായിട്ട് പിടിച്ചിരുന്നോളാം, നമുക്ക് ഒരുമിച്ച് പറക്കാം. ഇറക്കി പിടിക്കല പനി ഇക്കിളിയാവുന്നു. ചുവരത്തളിരേ കുടിസക്കുയിലേ തീണ്ടാമ മാണ്ട് പോച്ച് താണ്ടി. ഇതെന്തായാലും സീരിയൽ ആർട്ടിസ്റ്റിനെ പോലെ തുറച്ചു നോക്കുന്ന. സത്യേട്ടാ, നിങ്ങൾ എന്തായി നോക്കുന്ന? അങ്കി പറഞ്ഞു കേട്ടില്ലേ നിങ്ങളോട് എന്താ സംസാരിക്കാനുണ്ടെന്ന്? വാ. അങ്കി, all the best. ഓടി തണ്ടി പേടിച്ചിട്ട് മുട്ട് വരയ്ക്കാം. ഏയ് ഡാഡി പാവം ഒന്നും ചെയ്യില്ല, വേണമെങ്കിൽ ഒന്ന് പൊട്ടിക്കും. പോടി ചറ്റെ, ഞാൻ വന്നിട്ട് കാണാം. അപ്പോ ഒന്ന് പോക്ക് കണ്ടാലറിയാം പേടിച്ച് കുളമാക്കുമെന്ന്. അയാളെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നിന്നെ പേടിയാവാം. കുറച്ചേരം വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയിരുന്നു ഇയാൾക്ക്. നിനക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. കുറേ നേരമായാലും ഇവിടെ മിണ്ടാതിരിക്കണേ. ആ ഞാൻ പറയാം. വലിയമാവ സച്ചൂട്ടിന് എനിക്ക് ഇഷ്ടം. അവൾക്ക് എന്നെയും ഞങ്ങളുടെ കാര്യത്തിൽ അതല്ല, വലിയമാവനൊന്ന് സമ്മതിച്ചൂടെ? ഞാൻ പഴയ പോലെയല്ല, ഒരുപാട് മാറി. സച്ചു എന്നെ ഒരുപാട് മാറ്റി. ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചോട്ടെ. നിനക്കിപ്പോൾ 22 വയസ്സല്ലേ, അവൾക്ക് അടുത്ത മാസം 25 വയസ്സാവും. ഒരു കുടുംബമൊക്കെ റൺ ചെയ്യാനുള്ള പക്വതയെങ്കിലും നിനക്കാവണം. ഒരു കുടുംബം റൺ ചെയ്യണമെങ്കിൽ രണ്ടുപേരും ഇൻവോൾവ് ആവണ്ടേ? എനിക്ക് പക്വതയില്ലെന്നാണ് അമ്മാവും പറയണമെങ്കിൽ സച്ചുവിനുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പൊക്കോളാം. അവൾക്കിപ്പോൾ ഒരു ജോലി ആയിട്ടേ ഉള്ളൂ. അവൾ ആദ്യം സ്വന്തം കാലിൽ നിൽക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. മതി, വെയിറ്റ് ചെയ്യാൻ ഞാൻ എത്ര വേണമെങ്കിലും റെഡിയാ. പക്ഷെ അമ്മാവൻ എനിക്കൊരു വാക്ക് തരണം, സച്ചുട്ടിൻ്റെ മനസ്സ് പറഞ്ഞു മാറ്റില്ല എന്ന്. നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് നിനക്ക് അവളെയും അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്? ഞാനെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മാറാന്നുള്ളതാണോ നിങ്ങളുടെ സ്നേഹം? വിഷയം ഞങ്ങളുടെ സ്നേഹത്തിലല്ല. അവൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളെയാ. നിങ്ങളോടുള്ള ഇഷ്ടം കാരണം നിങ്ങൾ പറഞ്ഞ എന്തോ അവൾ കേൾക്കും. എന്നെ വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾ പറഞ്ഞാൽ അതും അവൾ കേൾക്കും. ഇപ്പം നിനക്ക് മനസ്സിലായോ ഈ ലോകത്ത് അവൾക്ക് എന്തിനേക്കാളും വലുത് അവളുടെ ഡാഡിയാന്ന്? മനസ്സിലായി. എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാമെന്ന് നീയല്ലേ പറഞ്ഞേ? അവളിപ്പോൾ ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ. കുറച്ച് ദിവസം ജോലിക്കൊക്കെ പോട്ടെ, എന്നിട്ട് എന്നെപ്പറ്റി തീരുമാനിക്കാം. മതി, ഞാൻ വെയിറ്റ് ചെയ്തോളാം. വലിയ മാവൻ അപ്പോഴും എതിർത്ത് നിൽക്കാതെ ഞങ്ങളുടെ കല്യാണം നിർത്തുന്നാൽ മതി. ശരിയെന്നാ, വീട്ടിലേക്ക് പൊക്കോ. അല്ല, അവളെ കണ്ട് പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ പൊക്കോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണ്ട, കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് നീ വന്നാൽ മതി. അമ്മാവ, ഇയാളെ വിശ്വസിക്കാമോ? ഇത്ര പെട്ടെന്ന് ഇയാളെ സമ്മതിക്കുമോ? ഡാഡി ആണെങ്കിൽ ഇത്ര നേരമായി സംസാരിക്കാൻ പോയിട്ട് എന്തായോ എന്തോ. സച്ചു, സത്യനങ്ങൾ വരുന്നുണ്ടല്ലോ. ഇതെന്താ എല്ലാവരും ഹാളിൽ ഇരിപ്പുണ്ടല്ലോ? അല്ല വലിയ അങ്കേട്ടനെവിടെ?
അവൻ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞ് പോയല്ലോ. അല്ല, അവൻ ഞങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തായിരുന്നു? ഓ അത് ഞാൻ അവനോട് പറഞ്ഞു എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്ന്. അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു പോയി. ഞാൻ എൻ്റെ അഭിപ്രായം അവനോട് പറഞ്ഞതേ ഉള്ളൂ. സച്ചുവിന് അവനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അഭിപ്രായം മാറ്റാം. ഇല്ല ഡാഡി, എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട. ഡാഡി എന്ത് തീരുമാനിച്ചാലും അത് തന്നെ എൻ്റെ ഇഷ്ടം. കലു, ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. അച്ഛമ്മടുത്ത് ഭക്ഷണം എടുത്ത് വെക്കാൻ പറ. ആ ചേച്ചി. അവളിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് പോയെങ്കിലും അവളുടെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. സത്യേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ തീരുമാനം സത്യേട്ടന്റെ ഇഷ്ടപ്രകാരം മാത്രം, അല്ലാണ്ട് അവളുടേതല്ല. അങ്ങനെ അതും കഴിഞ്ഞു. അങ്കിയാണല്ലോ വിളിക്കണം. വേണ്ട, ഇനി കോൾസ് ഒന്നും അടിച്ചിട്ട് കാര്യമില്ല. എല്ലാം അവസാനിച്ചു. സച്ചു, നീ റെഡിയായോ? ആ മമ്മി, ഞാൻ റെഡിയായി. മമ്മി, ഭക്ഷണം പറ്റുമെങ്കിൽ ഒന്ന് പാക്ക് ചെയ്ത് തരുമോ? കഴിക്കാൻ സമയമില്ല. അതെനിക്കറിയാം, താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. സച്ചു, നിനക്ക് വേണമെങ്കിൽ ഡാഡിയോടൊന്ന് സംസാരിച്ചൂടെ? എന്റെ പൊന്നു മമ്മി, മമ്മി ഇതുവരെ വിട്ടില്ലേ? ഡാഡിക്ക് താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. പിന്നെന്താ? ഒരു പാവ ജഗനെ പറ്റിച്ചതിന് ദൈവം നിന്നോട് ചോദിക്കൂടി, നോക്കിക്കോ. സാരമില്ല, മമ്മിയുടെ ദൈവം ചോദിക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. ഞാൻ ഇറങ്ങാം. ബൈ. ലവ് യു. ലവ് യു ടു. അല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ നിന്റെ ഡാഡി ഒക്കെ തേപ്പാ. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ലവ് യു ടു. മുഖം മാത്രം കാണാൻ എന്നെ പോലെ, സ്വഭാവം അത്രയും ആ മനുഷ്യന്റെയും. ഇത് കഷ്ടം നോക്ക്. രാവിലെ ഉറങ്ങാനും സമ്മതിക്കില്ല. എന്റെ ലൈനെ കാണാൻ പോലും ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കില്ല. ഞാൻ നിൽക്കാറില്ലല്ലോ. പിന്നെ ഇതെന്തിനാ കഷ്ടപ്പെട്ട് അന്നെല്ലാം സെറ്റാക്കി നിന്റെ കൂടെ ഇറക്കി തന്നതല്ലേ അവളെ? കോണ്ടെല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പൊ മനുഷ്യന്റെ ഉറക്കം കളയാൻ. എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നീയല്ലേ എല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കേണ്ട. അങ്കി വന്ന് എടാ, അവളോട് പോയി ചോദിക്ക് എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തേന്ന്. നീ പോയി ചോദിക്കടാ പ്ലീസ്. എടാ ഓ ധൈര്യം ചോദിക്കാം. ചേച്ചിയെ, ഹായ്. നീയോ? നീ എന്താ ഇവിടെ? ഞാൻ മാത്രല്ല, ഇവനും ഉണ്ട്. അഖിലെ, അവളോട് ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തേന്ന് ചോദിക്കേ. ചേച്ചി കേട്ട് കാണുമല്ലോ. എന്താ വിളിച്ചിട്ട് എടുക്കാത്ത? താല്പര്യമില്ലാത്തോണ്ട് ഞാൻ മെസ്സേജ് അയച്ചതാണല്ലോ. ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവാന്ന്. അതിന്റെ റീസൺ എന്താന്ന് ചോദിക്കട്ടെ അവളോട്. എന്താ ചേച്ചി അതിന്റെ റീസൺ? ഈ റിലേഷൻ എന്റെ ഡാഡിക്ക് ഇഷ്ടമല്ല. ഡാഡിക്ക് ഇഷ്ടമില്ലാത്തത് എനിക്കും ഇഷ്ടമല്ല. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടെന്ന് നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്. ഓഹോ, അപ്പൊ തന്ത എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലേ? അയാൾക്കുള്ളത് ഞാൻ കൊടുക്കാം. എന്നാലും നിന്റെ വല്യമ്മാവൻ കൊള്ളാലോടാ. അയാൾക്ക് ഞാൻ പണി കൊടുക്കുന്നുണ്ട്. ആഹാ, കന്നാസും കടലാസും രാവിലെ തന്നെ വന്നിട്ടുണ്ടല്ലോ. ഡാഡി, ഈ ഫയൽ ഒന്ന് ചെക്ക് ചെയ്തപ്പോ 1-2 പേപ്പേഴ്സിൽ ഡാഡിയുടെ സൈൻ ഇല്ല. ആ, വിട്ടുപോയതായിരിക്കും. അല്ല, അങ്കി എന്താ രാവിലെ തന്നെ ഓഫീസിന്റെ ഫ്രണ്ടില്? എനിക്കറിയില്ല ഡാഡി, ഞാനൊന്നും ചോദിച്ചില്ല. മോക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കെന്ത് പറയാൻ? ഒന്നുമില്ല ഡാഡി. എന്നാ അങ്കിയുടെയും നിന്റെ കല്യാണം ഞാൻ ഫിക്സ് ചെയ്യട്ടെ? അവനോട് പറ ഡാഡിക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന്. ഡാഡി, സച്ചു, കോള് വെക്ക്, ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ കുറച്ച് പണിയുണ്ട്. ഇപ്പോ ഹാപ്പി ആയില്ലേ? താങ്ക് യു ഡാഡി. സിത്തുവേട്ടാ, മിക്കവാറും നമ്പ്യാരില്ലത്തില് പുതിയൊരു കല്യാണം കൂടെ കാണാം. അവിടെ തന്നെ ഉണ്ടാവുന്ന തോന്നുന്ന. ഡാഡി, ഞാനിത് അവനോട് പറയട്ടെ. അവൻ ഒരുപാട് സന്തോഷാവും.
എത്രയും വേഗം പോയി പറഞ്ഞോ, അല്ലെങ്കിൽ തന്നെ ദിവസവും അവൻ എന്നെ പ്രാഗിട്ട് ഉറക്കം എഴുന്നേക്കുന്ന. ഞാൻ പറയാം. അപ്പോൾ അയാൾ എന്നോട് തറവാട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞത് ഞാൻ അവള് കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? അയാൾ നിന്നെ പൊട്ടനാക്കുമായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അവളെ എന്റെ പട്ടി എടുക്കും. കടന്ന് വിളിക്കട്ടെ, ഞാൻ എടുക്കൂല. ഈ കൊച്ചുണ്ടാപരി എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത? അവൾക്ക് തോന്നുമ്പോൾ ഞാൻ എടുക്കണോ? ഞാൻ എത്ര കോളാ വിളിച്ചത്, ഒന്നിനെങ്കിലും റിപ്ലൈ തന്നിട്ടുണ്ടോ? ഞാൻ എടുക്കൂല. വേണ്ട, നീ എടുക്കണ്ട. രണ്ടോട്ടം വിളിച്ചിട്ട് അവള് നിർത്തി അങ്ങ് പൊക്കോളും. പൊക്കോളൂന്നോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കും. കിഴങ്ങ്. താങ്ക് യു. അവളുടെ ഡാഡി വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിന്നെ അവള് വേണ്ടാന്ന് വെച്ചില്ലേ? അപ്പോ ഇനി എന്താ നിന്റെ അടുത്ത പ്ലാൻ? എന്നാലും അയാൾ ഞാൻ നൈസായിട്ട് പറ്റിച്ചല്ലോ. ഏതായാലും ഞാൻ ഇന്ന് രാത്രി അങ്ങോട്ട് പോവും. അതൊരു നല്ല ഐഡിയ ആണ്. എന്തായാലും അയാളെ മോളെ നിനക്ക് കിട്ടിച്ചേരൂല. ഇങ്ങനെ കുടിച്ചിട്ട് പോയി രണ്ടെണ്ണം അങ്ങ് പൊട്ടിച്ചോ, കുഴപ്പമില്ല. സച്ചുവിന് ഈ ലോകത്ത് എല്ലാരെക്കാളും അയാളെ ഇഷ്ടം. അതാ അയാൾക്ക് ഇത്ര അഹങ്കാരം. അതിന് നിനക്കെന്താ എത്ര അസൂയ? അയാള് ചോരയും നീരും കൊടുത്തുണ്ടാക്കിയതല്ലേ ആ മോളെ. അപ്പൊ പിന്നെ അയാൾക്ക് അഹങ്കാരം ഉണ്ടാവും. എന്ന് വെച്ച് എന്റെ ജീവിതം വെച്ചാണ് അയാൾ കളിക്കേണ്ട. എനിക്ക് വാക്ക് വന്നിട്ട് അവളെ പറഞ്ഞവളെ മനസ്സ് മാറ്റിപ്പിച്ചില്ലേ? നോക്കിക്കോ, ഞാൻ അങ്ങോട്ട് പോവാ. നീ വാ, നമുക്ക് അങ്ങോട്ട് പോവാ. ഞാനെങ്ങോട്ട്? അല്ലെങ്കിൽ നീ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, അതാ നല്ലത്. ചെല്ല്. കല്യാണം നടന്നില്ലെങ്കിലും കല്യാണത്തിന് മുന്നേ ഒരു ഡിവോഴ്സ് ഞാൻ കാണുന്നുണ്ട്. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്, രണ്ടിലൊന്നും നടക്കും. ഞാൻ പോവാ, ബായ്. ഇവനെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? ഗംഗ കൊണ്ടുവച്ച ശിഖരം ഉണരും നേപ്പാൾ നഗരം കൊണ്ടുതന്നു നിന്നെ ഇന്ന് പകരം. സ്വർഗമീ രംഗം സ്വന്തമീ ബന്ധം സുന്ദരം ജന്മസംഗമം. വാ മക്കളെ, നമുക്ക് സത്യാനന്ദൻ നമ്പ്യാർ നരസിംഹം മഞ്ഞാടാറിയന്റെ വീട്ടിലേക്ക് പോവാം. എവിടെ കാറിലേക്ക്? ആരുല്ലേ? ഏയ്, ഡോർ തുറക്ക്. ഏയ്, അത് അങ്കിയുടെ സൗണ്ടല്ലേ മാമേച്ചി? അങ്കിയോ? നല്ല ചിരി. മാമേച്ചി കുറച്ച് വ്യൂസ് പോയിരിക്കാൻ തോന്നുന്നു. അമ്മായിസ് ഹായ്. ബാ, നമുക്ക് അകത്തോട്ട് പോയിരുന്ന് സംസാരിക്കാം. വരൂ. ആഹാ, അകത്തേക്ക് തള്ളിക്കയറി പോകുന്നുണ്ടല്ലോ. അവന്റെ ഭാഗ്യത്തിന് സത്യമായിട്ട് അറിഞ്ഞിട്ടില്ല, ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും. ബാ മാമേച്ചി. അങ്കി, നീ എന്താടാ ഈ സമയത്ത്? ഇവനെന്താ ഇപ്പോ? ഓ, അപ്പൊ നരസിംഹം ഉറങ്ങിയിട്ടില്ല. എന്തിനാണാവോ ഇങ്ങനെ ഉറക്കം ഒഴിച്ചെണീറ്റിരിക്കണേ? നീ എന്താടാ കുടിച്ചിട്ടാണോ ഇങ്ങോട്ട് കയറി വന്നത്? ആണെങ്കിൽ തനിക്ക് എന്താടോ? അല്ല, ഡാഡ് ലിറ്റിൽ പ്രിൻസസ് എവിടെ? വിളിക്കേ, എനിക്ക് അവളെ കാണണം. ഹാള് അങ്കിയുടെ ഒച്ചയില് കേൾക്കണം. ഇവനെന്താ ഇപ്പോ? അയ്യോ, തുറച്ചു നോക്കല്, എന്റെ മുട്ടുകാല് വിറയ്ക്കുന്നു. എവിടെ നിങ്ങളെ പ്രിൻസസ്? വിളിക്കേ, എനിക്ക് അവളോട് 4 സംസാരിക്കണം. ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയണ? കുടിച്ചിട്ടാണോ വന്നേ? വന്നല്ല, സത്യനാഥന്റെ മീശ വടിച്ച രൂപം. അങ്കി, നീ എന്നോട് കുടിച്ചിട്ടാണോ വന്ന? എത്ര തവണ ഞാൻ വിളിച്ചു, കോൾ എടുക്കാത്തെന്താ? ഓ റിയലി? നീ കോൾ ചെയ്യുമ്പോൾ ഞാൻ എടുത്ത് സംസാരിക്കണം, ഞാൻ കോൾ ചെയ്യുമ്പോൾ നീ ബ്ലോക്ക് ചെയ്യും അല്ലേ? അങ്കി മോനെ, ഇപ്പൊ സംസാരിച്ച് ശരിയാവില്ല. ഒന്നാമത് നിനക്ക് ബോധമില്ല. നമുക്ക് നാളെ സംസാരിക്കാം. എനിക്ക് നല്ല ബോധമുണ്ട് മുത്തശ്ശ. ഈ നിൽക്കുന്ന ഇയാളല്ലേ, ഇയാൾ എന്നെ പറ്റിച്ചു. കല്യാണത്തിന് എന്നോട് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് അവളെ മനസ്സ് പറഞ്ഞ് മാറ്റിപ്പിച്ചു. അവക്കാണെങ്കിൽ വേണമെന്ന് തോന്നുമ്പോൾ എന്നെ എടുക്കും, വേണമെന്ന് തോന്നുമ്പോൾ വലിച്ചെറിയും. മിണ്ടരുത് നീ. ഇതൊക്കെ ചെയ്തിട്ട് ഞാനൊന്നും നിന്നെ പറയാത്തത്. നിന്റെ വയറ്റിലും
പാവം എൻ്റെ കുഞ്ഞുള്ളത് കൊണ്ടാ. കുഞ്ഞോ? സച്ചു, എന്താടി അവൻ പറയണ? ഏത് കുഞ്ഞിന്റെ കാര്യം അവൻ പറയണ? ഓന്റെ പൊന്നു തളെ, അതിന് ബോധമില്ല. കുടിച്ചിട്ട് വല്ലതൊക്കെ വിളിച്ച് പറയുന്നതാ. എനിക്ക് ബോധമില്ല അല്ലേ? ഈ നിൽക്കണവള് കുടിച്ച് വൂസായിട്ട് 2 ആഴ്ച മുന്നേ എൻ്റെ വീട്ടിൽ വന്നിരുന്നു വിത്ത് ഡാഡീസ് പെർമിഷൻ. അന്ന് ഞാൻ ഇവളോട് തലയിൽ കൈ വെച്ച് പറഞ്ഞതാ, വേണ്ട ഇത് ശരിയല്ലാന്ന്. അപ്പൊ ഇവക്ക് പറ്റില്ല, വേണം. സച്ചു, അച്ഛൻ അങ്ങനെ നോക്കല്. സത്യം ഇടവൻ കള്ളം പറയാ. ഞാൻ അങ്ങനെ അല്ല. അവക്ക് എന്നെ വേണമെന്ന് തോന്നുമ്പോൾ അവൾ വന്ന് യൂസ് ചെയ്തിട്ട് വലിച്ചെറിഞ്ഞു പോ. അവളുടെ സ്ഥാനത്ത് ഞാനാണ് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കണേ? അല്ലെങ്കിലും അങ്കിയുടെ മനസ്സിനൊരു വിലയില്ലല്ലോ. ആര് പറഞ്ഞു? ഇവിടെ ആണും പെണ്ണും എല്ലാം ഒരേപോലെ തന്നെയാ. ഏതായാലും നാളെ ഒന്ന് നേരം എടുത്തോട്ടെ. ഈ കാര്യത്തിൽ ആര് തീരുമാനം എടുത്തില്ലെങ്കിലും ഞാൻ തീരുമാനം എടുക്കും. നന്നായിട്ട് പുൽകി തരട നാറി. ആഹാ, എന്താ ചേർച്ച. അമ്മാവൻ കുടിച്ച ശശിയുടെ കൊഴുക്കട്ട, മരുമോൻ കുടിച്ച ശശിലേഖ. ഈ കാര്യത്തിലെങ്കിലും ഇവർക്കൊരു സാമ്യമുണ്ടല്ലോ, സന്തോഷം. അതിലെങ്കിലും ഒത്തരമുണ്ടല്ലോ, സന്തോഷം. ഏതായാലും ഈ ശശി എഴുന്നേക്കാൻ ഇനി നാളെയാ. ശശിയുടെ ലേഖയും ചെന്ന് കിടന്നു. നാളെ സംസാരിക്കാം. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പൊന്നോല്ലോന്ന് അത് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ ചെറ്റ. അന്നേ ഞാൻ പറഞ്ഞത് രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാം. അന്ന് എന്റെ കാര്യം കേട്ടില്ല, അനുഭവിച്ചോ. ഏതായാലും എല്ലാം ചെന്ന് കിടന്നു. നാളെ രാവിലെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അതെ, നേരെ ഒന്ന് വെളുത്തോട്ടെ. എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങടി. അങ്കി, യോ, ഇനി നിന്റെ ഡാഡി അങ്ങോട്ട് മാറി ഇരിക്കാൻ പറ. ഇനി നമ്മുടെ കാര്യത്തിൽ ഇവര് തീരുമാനം എടുത്തോളും. ഏതായാലും കേട്ട് നടക്കും. കെട്ടിട്ട് തരാടാ അലഫലാതി തന്നെ ഞാൻ. ഇവളിനി നാളെ കൊളമാക്കും. നാളത്തെ കാര്യം നാളെ. ഇപ്പൊ കിടന്നുറങ്ങാം. ഇന്നലെ മൂക്കറ്റം കുടിച്ചിട്ട് വന്ന് വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവൻ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? അല്ല ബാമേ, സച്ചൂട്ടി എവിടെ? ഓ, ഉറക്കം തന്നെ, എഴുന്നേറ്റിട്ടില്ല. സമാധാനം നമ്മുടെ കളഞ്ഞിട്ട് അവർക്ക് നല്ല സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. സത്യം, ഇനി ഇത് വച്ച് നീട്ടാൻ പറ്റൂല. പിള്ളേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഒന്നില്ലെങ്കിൽ കെട്ടിക്കണം, അല്ലെങ്കിൽ രണ്ട് വഴിക്ക് വിടണം. എനിക്ക് ചിലപ്പോ ഫ്രഷ് ആയിട്ട് പോ. വരാം. വേറെ ആരെയും കിട്ടിയില്ല അവൾക്ക്. ഇങ്ങനൊരുത്തനാണല്ലോ അവൾക്ക് ഇഷ്ടമായത്. പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടേ എല്ലാരും പറയും എനിക്ക് എന്നെ മോക്ക് തീരെ സെലക്ഷൻ ഇല്ലാന്ന്. ഓ, തമാശ ആയിരിക്കും അല്ലേ ഉദ്ദേശിച്ചത്? ഈയിടെ സത്യത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ എന്ത് സീരിയസായിട്ട് പറഞ്ഞാലും അത് തമാശയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. സാരല്ല. നീ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലല്ലേ അത് തമാശയാണോ സീരിയസ് ആണോ എന്ന് നോക്കേണ്ടതുള്ളൂ. ദാമേ, പിള്ളേരുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം പറഞ്ഞില്ലേ? ഇനി നിങ്ങളുടെ തീരുമാനം എന്താന്ന് പറയും. ആരോ, എനിക്ക് നിങ്ങളുടെ തീരുമാനത്തിൽ പ്രത്യേകിച്ച് എതിരെ അഭിപ്രായമൊന്നുമില്ല. എന്റേതും അത് തന്നെയാ. ഇനി സത്യേട്ടൻ തീരുമാനിക്കട്ടെ. സത്യേട്ടന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ. എനിക്കും വേറെ പ്രശ്നമൊന്നുമില്ല. ഈ കല്യാണത്തിന് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ശരിക്കും അവൻ്റെ വർക്ക് ടൈമൊക്കെ പോയി ലീവ് എപ്പോഴാന്നൊക്കെ നോക്കിയിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. വലിയമ്മാവോ ഉമ്മ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മാറണം അങ്ങോട്ടെ. ഞാൻ എപ്പോഴും എൻ്റെ അമ്മയോട് പറയാറുണ്ട്, വലിയമ്മാവന് എന്ത് തങ്കപ്പെട്ട മനസ്സാന്ന്. അല്ലേ അമ്മേ? അവൻ പറയാറുണ്ട് വലിയേട്ടൻ പാവ തങ്കപ്പെട്ട മനസ്സാന്നൊക്കെ. കള്ളോ ഡാഡി, പച്ച കള്ളോ. ഇവൻ ഡാഡിയെ പറ്റി എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടെന്നറിയോ? ഓ, നശിപ്പിച്ച്. ഇവളാരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? സച്ചു, നിന്റെ ഡാഡി നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു. ഡാഡി ഇന്നലെ സമ്മതിച്ചു. അത് പറയണ നിന്നെ ഞാൻ വിളിച്ചത്. എന്നിട്ട് നീ ഫോൺ എടുത്തില്ലല്ലോ. അതിനാണോ വിളിച്ചത്? എല്ലാവർക്കും ഒരുപോലെ സമ്മതമായ സ്ഥിതിക്ക് ഇനി ഇത് തള്ളിക്കൊണ്ട് പോണ്ട. എത്രയും വേഗം കല്യാണത്തിനുള്ള ഏർപ്പാട് അങ്ങോട്ട് ചെയ്യുക. അതെ, അച്ഛൻ പറഞ്ഞതാ ശരി. ഇനി ഇത് വൈകിപ്പിക്കേണ്ട. എത്രയും വേഗം നടത്താൻ പറ്റുമോ അതാ നല്ലത്. പിന്നെ കല്യാണ പരിപാടിയൊക്കെ നമുക്ക് അന്ന് ബുക്ക് ചെയ്ത ഇവന്റ് മാനേജ്മെന്റില്ലേ, അവരെ തന്നെ ഏൽപ്പിക്കാം.
ആ നമ്മുടെ കല്ലൂരിന്റെ കല്യാണത്തിന് നടന്ന അത് മതി. ആ കൊച്ചാണെങ്കിൽ എന്റെ 2 ബ്ലൗസിന്റെ തുണിയാ കൊണ്ടുപോയത്. തച്ചും തന്നിട്ടില്ല. ഇപ്രാവശ്യം അത് വരുമ്പോ എനിക്കിത് തച്ച് മേടിപ്പിക്കുകയും ചെയ്യാലോ. ചെറിയ ആരെ വേണമെങ്കിലും ഏൽപ്പിച്ചോ, പക്ഷേ എനിക്ക് എന്റെ കല്യാണം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ മതി. മറ്റേ ചുപ്പുമാഹി ചുപ്പിനെ അത് തന്നെ അതുപോലെ വേണം. യു മീൻ മറ്റേ ജാൻമണി കയറും പിടിച്ച സ്റ്റേജിലേക്ക് വരുന്ന പോലെ? മാറില്ലേ കലവലാതി, ഇത്ര സീരിയസ് ആയിട്ട് പറയുമ്പോ അവന്റെ ജാൻമണി കയറും പിടിച്ച് പറഞ്ഞത്. ആര്യം പറഞ്ഞത് ശരിയാ. ബേബി ഇവന്റ് അല്ലേ, നമുക്ക് കുറച്ച് ടെൻഷനും ഫ്രീ ആയിരിക്കും. അവർ നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് മണിക്കൂട്ടനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. ഫൈനലി അങ്കിത് വട്ട് സാത്വിക എന്ന് പറയുന്ന ബോർഡ് കാണാറായല്ലോ. അതെ സച്ചു, ഫൈനലി നമ്മുടെ കല്യാണം ഉറപ്പിച്ചു. യെസ്. അഖിലെ, കല്യാണം നാളെയാ. ഇന്ന് രാത്രി കൊണ്ട് ഈ ഡെക്കറേഷൻ ഒക്കെ തീരുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? തീർന്നില്ലെങ്കിൽ രാത്രി ഞാൻ ഉറങ്ങാൻ തുടങ്ങിയിരുന്ന് ഇതൊക്കെ ഫിനിഷ് ചെയ്യിപ്പിക്കും. പോരെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അല്ല ശംഭു, വീട്ടിലെ റിസപ്ഷനൊക്കെ എങ്ങനെയുണ്ട്? കഴിഞ്ഞോ? ഓ, അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന ഇവന്മാരെ കാര്യം ഒന്ന് നോക്കാൻ. നിനക്കെന്താടാ പറ്റിയ? നീ എന്തിനാ നാടിക്ക് കൈ കൊടുത്ത് വിഷമിച്ചിരിക്കുന്ന? വലിയ മാമന്റെ വിലക്ക് പ്രകാരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ അവളെ കണ്ടിട്ടില്ല. അവളിന്ന് റിസപ്ഷന് എങ്ങനെ ഒരുങ്ങിയെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. അതാണോ? അതിന് നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ പോകുമ്പോ എന്നെ ഡ്രോപ്പ് ചെയ്യാനെന്ന് പറഞ്ഞ് നീ എന്നെ കൊണ്ടാക്ക്. എന്റെ ബൈക്ക് എവിടെയും ചോദിച്ചാ അഖിലെടുത്തോണ്ട് പോയെന്ന് പറയാം. അത് നല്ല ഐഡിയ. എന്നാ സമയം കളയാതെ വാ, നമുക്ക് വേഗം പോവാം. നിക്ക്, ഞാൻ വന്ന പണിയൊന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. അത് ശരി, ചേച്ചി അനിയത്തിയും ഇവിടെ ഇരുന്ന് കഥ പറയാണോ? സച്ചു, ചെന്ന് കിടന്നുറങ്ങ്. നാളെ രാവിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ വരുമെന്ന് പറഞ്ഞില്ലേ? കല്ലുമോളെ, നീയും പോയി ചെന്ന് കിടക്ക് പോ. അല്ല വലിയമ്മ, ശംഭുവേട്ടൻ ഇതുവരെ എത്തിയില്ലല്ലോ. മണ്ഡപത്തിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് പോയതാ. അവനെ ഞാൻ കുറച്ചു മുന്നേ വിളിച്ചതേ ഉള്ളൂ. ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. മോളെ ചെന്ന് കിടന്നോ, ചെല്ല്. ആണോ വലിച്ച? ലേറ്റ് ആവെങ്കിൽ ഞാൻ കിടക്കാൻ പോവാ. സച്ചേച്ചി, വലിയമ്മ പറഞ്ഞ ശരിയാ. നാളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ? ചെന്ന് കിടന്നോ. ഗുഡ് നൈറ്റ്. ആ കല്ലു, ഗുഡ് നൈറ്റ്. അല്ല സത്യേട്ടാ, എല്ലാരും കിടന്നില്ലേ? സത്യേട്ടൻ കിടക്കുന്നില്ലേ? സച്ചു, നീയും ചെല്ല്. ആ മമ്മി, ഞാൻ പോവാ. ആദ്യം ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഫ്രഷ് ആവണം. വല്ലാത്ത തലവേദന. അല്ല, ഡാഡി മമ്മി കിടക്കുന്നില്ലേ? ഇല്ല മോളെ, ഞാൻ സിദ്ധുവിനെ ആരെയും ഒന്ന് പുറത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യത്തിന്. അവര് വന്നിട്ട് ആ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് വേണം എനിക്ക് കിടക്കാൻ. ഈ പറഞ്ഞവരിൽ ആരോ വന്നെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ അല്ലേ ബൈക്കിന്റെ സൗണ്ട് കേട്ടാ? ശംഭുവാ വന്നത്. ശംഭു, നീ ഓടിച്ചോടിച്ചു നില വരുന്ന? അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഡെക്കറേഷൻ പണിയൊക്കെ കഴിഞ്ഞില്ലേ? അല്ല, അങ്കി എന്താ ഈ സമയത്ത് ഇവിടെ? വലിയമാവ് അത് ശംഭുവിൻ്റെ ബൈക്ക് അഖിൽ പുറത്തേക്ക് എടുത്തോണ്ട് പോയി. അപ്പൊ പോകുന്ന വഴിക്ക് ശംഭുവിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണല്ലേ? ഡാഡി, ഞാൻ ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കല്ലുമുള്ള ഇത്ര നേരം നിന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഞാനാ പറഞ്ഞ ചെന്ന് കിടക്കാൻ, നീ വരാൻ ലേറ്റ് ആവുമെന്ന്. ഏതായാലും സമയം ഒരുപാടായില്ലേ, ചെന്ന് കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ പോവാ. ബൈ, ഗുഡ് നൈറ്റ്. ശംഭു, ഗുഡ് നൈറ്റ്. വലിയ മാവ, എന്നാ ഞാൻ പോട്ടെ. നാളെ കാണാം. അങ്കി, നിനക്ക് തിരക്കൊന്നുമില്ലെങ്കിൽ നമുക്ക് ഓരോ സംസാരിക്കാം. ഇവിടെ ഇരിക്കേ. തിരക്കൊന്നുമില്ല. എന്താ അമ്മാവ പറഞ്ഞോ? അങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. നാളെ ഏതായാലും നിങ്ങളുടെ കല്യാണമല്ലേ? അങ്കി, എനിക്ക് ദേഷ്യം വരുമ്പോൾ സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കാന്നല്ലാതെ ഞാനിതുവരെ സച്ചുവിൻ്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. മാമ എപ്പോഴും പറയും കാണാൻ മാത്രമേ അവളെ പോലെ, സ്വഭാവമൊക്കെ എന്നെ പോലെയാന്ന്. ശരിയാ, അവൾക്ക് പെട്ടെന്ന് എന്നെ പോലെ ദേഷ്യം വരും. പക്ഷെ അവള് പാവ. ഞങ്ങൾ നാളെ തൊട്ട് ഒരുമിച്ചൊരു ജീവിതമൊക്കെ തുടങ്ങാൻ പോവല്ലേ വലിയ മാവ. അല്ല, എപ്പോഴെങ്കിലും നിനക്ക് അവളോട് ദേഷ്യമോ പുറത്തേക്കിട തോന്നിയ നീ അവളെ വേദനിപ്പിക്കരുത്. ഇവിടെ ഞാനുണ്ടാവും. ഞാൻ നാളെ എങ്ങനെയാണോ നിന്നെ അവളെ ഏൽപ്പിക്കുന്നത് അതുപോലെ തിരിച്ചേൽപ്പിച്ചാൽ മതി എൻ്റെ അടുത്ത്. വലിയ മാവ, എനിക്ക് മനസ്സിലാവും. ഞാൻ അവളൊരിക്കലും വേദനിപ്പിക്കില്ല. ഇത് ഞാൻ തരുന്ന വാക്കാ. ഞാൻ നിന്നെയും നിന്റെ വാക്കിനെയും വിശ്വസിക്കുന്നു. അത് ശരി,
രണ്ടാൾ അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണോ? മോനെ എങ്കിൽ ചെല്ല്, നാളെ നിനക്ക് നേരത്തെ എണീക്കാനുള്ളതല്ലേ. പോ. ഗുഡ് നൈറ്റ്. ഇവിടെ ചിലർക്ക് സ്വന്തം മോളോട് മാത്രമേ കരുതൽ സ്നേഹമൊക്കെ ഉള്ളൂ. മനുഷ്യൻ ഇവിടെ ഓടി നടന്ന് കാല് പൊട്ടാറായി. അപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കാല് തടയി തന്നേനെ. ഭർത്താവ് ഒരു 15,000 കാര്യം ചെയ്താലും അതൊന്നും കണ്ണി കാണൂല. ചെയ്യാത്ത ഒരു കാര്യമായിരിക്കും വിളിച്ച് പറയണ. എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാ. എന്തോ എങ്ങനെ? ഇവിടെ ഇരിക്കാനോ? എന്തിനി? ഇരിക്കടി അങ്ങോട്ട്. കാലിങ്ങതാ. എന്തോ ഒരു ആശ്വാസം. അങ്കിള് പറഞ്ഞു നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വന്നില്ല. ശംഭുവേട്ടൻ താമസിക്കുമെന്ന് പറഞ്ഞു. അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു. ഞാൻ ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് എടുത്തേരാം. ഡ്രസ് ആ കബോർഡിലല്ല, ഇപ്പുറത്താ. ആണോ? ഒരു മിനിറ്റ്, ഇപ്പൊ എടുത്തേരാം. സൂക്ഷിച്ചു. സോറി, ഞാൻ കണ്ടില്ല. സാറില്ല. ശമ്പളത്തിനൊക്കെ ഞാൻ ഡ്രസ് എടുത്തേരാം. എല്ലാരും പ്രശ്നം ഒതുങ്ങിയില്ല. ഇനി നമുക്ക് തുടങ്ങണ്ടേ ലൈഫ്? रहा मैं फिर अपने जैसा हूँ। मेरा नाम इश्क, तेरा नाम इश्क, मेरा नाम इश्क, तेरा नाम इश्क, मेरा नाम तेरा नाम, मेरा नाम इश्क, ये मलाल इश्क, ये अब इश्क, ये बैर इश्क। मेरा नाम इश्क, तेरा नाम इश्क, मेरा नाम इश्क, तेरा नाम इश्क, मेरा नाम तेरा नाम, मेरा नाम इश्क, ये लाल इश्क, ये मलाल। അങ്കിയുടെ വാശിയായിരുന്നു ഡാഡിയുടെ ബ്ലെസ്സിങ്ങോട് കൂടി മാത്രമേ നമ്മുടെ കല്യാണം നടക്കൂന്ന്. അവന്റെ ആഗ്രഹം പോലെ തന്നെ അത് സംഭവിക്കാൻ പോവുക. പക്ഷെ എന്റെ പേടി അതല്ല, ഇത്രയും ആൾക്കാരെ സ്റ്റേജിൽ കാണുമ്പോ അവൻ തലറിഞ്ഞു വീഴുമെന്ന്. സത്യം പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് മനുഷ്യന്റെ കൈയും കാലും വരയ്ക്കുക. ഇന്ന് രാവിലെ തന്നെ BP ലോ ആയിരുന്നു. പിന്നെ തലറിഞ്ഞു വീണാലും പിടിക്കാൻ അവളുണ്ടാവുമല്ലോ. സച്ചുവിന്റെ നിർബന്ധം നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ തന്നെ വേണമെന്നു. അതിനാ ഈ കോലം കെട്ടൊക്കെ. അതെ, മണ്ഡപത്തിൽ നിന്ന് കോള് വന്നു. പെണ്ണിന്റെ വീട്ടിൽ ഇപ്പൊ ഇറങ്ങും, അതിന് മുന്നേ നമുക്ക് എത്തണം. ഞാൻ റെഡി, ഇറങ്ങാം. സത്യേട്ട ആര് വിളിച്ചിരുന്നു? അവിടെന്ന് അവരിറങ്ങിന്നാ പറയണേ. ഇവിടെ സച്ചോടെ ഒരിക്കലും കഴിഞ്ഞു, ബാക്കി എല്ലാരും ഇറങ്ങി. എല്ലാരും ഇപ്പോ സത്യേട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇറങ്ങാറായില്ലേ? എനിക്കെന്താ, ഞാൻ റെഡിയായി. നീ എല്ലാരോടും കാറി കയറാൻ പറഞ്ഞു. ഇയാൾ എന്ത് ഡ്രസ്സിട്ടാലും ലുക്കാണല്ലോ. ഇയാളുടെ ഏജ് മാത്രം റിവേഴ്സിൽ പോവാണോ? അയ്യേ, നാണയില്ലേ നിനക്ക് സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ വായി നോക്കാൻ? അതിനാര് വായി നോക്കി? ഞാനൊരു സത്യം പറയട്ടെ, ഈ ഡ്രസ്സ് സത്യത്തിന് തീരെ ചേരുന്നില്ല. ആ കളറും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ചേരുന്നില്ലെന്നോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ, ആലോചിച്ചത് മതി. എല്ലാരും ഇറങ്ങി വാ, പോവാം. അതില് എനിക്കെന്തോ ടെൻഷനാവുന്നു. അവളെന്താ കാണാത്ത? നാണം കെടുത്തില്ല, ധൈര്യമായിട്ട് നിൽക്ക്. അവളിപ്പോ വരും. ശബട അങ്കിയുടെ മുത്ത് നല്ല ടെൻഷനാണല്ലോ. അത് സച്ചുവിനെ കാണുമ്പോ മാറിക്കോളും. ஆசை முகம் குழலாட பாவை தவனக்காக நாடி வரும் நிழலாக துணையாக
நானிலமும் திரையாட வாழ்த்தி வரும் மதியாட வெறுமைகள் ஒளியாக വഴിயாக അങ്കി ശരിക്കും നോക്കിയിട്ട് പറ, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? നന്നായിട്ടുണ്ട്. എന്തിനാണ് പൊട്ട കരയണം? നിന്നെ കാണാനും കൊള്ളാം. താങ്ക് യു. അങ്കി അങ്കി ഇനി ടെൻഷൻ അടിക്കണ്ട, സച്ചുടി നിനക്കുള്ളത് തന്നെയാ. ആ ചിറ്റപ്പ, അതാ ഞാൻ ആലോചിക്കുന്ന, ഇനി ഈ ഷീമാട്ടി എന്റെ തലയിലാണല്ലോ എന്ന്. കൊച്ചണ്ടാപ്പരി, ആരാണ് നിന്റെ ശീമാട്ടി? ചെവിന്ന് വിടടി. രണ്ടും ഇപ്പൊ തന്നെ അടി തുടങ്ങുവാണോ? അങ്കി സച്ചൂട്ടി, സത്യേട്ടന്റെ മനസ്സ് പറഞ്ഞതിന് മുന്നേ വേഗം മാല എടുത്ത് മാറ്റിക്കോ. സച്ചു, മാല ഇട്ട് കൊടുക്ക്. സത്യേട്ടാ, എന്തു പറ്റി? അങ്ങോട്ട് നോക്ക്. കുട്ടികളുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? सवेरों का मेरे तू सूरज लागे, तू मेरा कोई ना होके भी कुछ लागे. सवेरों का मेरे तू सूरज लागे, तू मेरा कोई ना होके भी कुछ लागे. സത്യ, ചെല്ലു മോനെ, എല്ലാരും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്നതാ സച്ചുവിന്റെ കൈ പിടിച്ച് നീ അങ്കി കൊടുക്കുന്നത്. സച്ചു മോളെ. സച്ചു, അച്ഛൻ ചിലപ്പോ അറിഞ്ഞു അറിയാതെ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. ഒക്കെ നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരിക്കും. എനിക്കതൊക്കെ അറിയാലോ. അങ്കി, എന്റെ ജീവനെ നിന്നെ ഏൽപ്പിക്കാൻ പോണ. എന്നാ പിന്നെ സത്യ, നിന്റെ ജീവനെ അങ്ങ് എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തോ. ഭാമേ, ഇതാ പിടിച്ചോ ഞങ്ങളുടെ സ്വത്തിന്. നാട്ടുകാരെ, നമ്മുടെ കൊച്ചുണ്ടാപ്പിക്ക് അവന്റെ ശീമാട്ടി അവസാനം കിട്ടിയേ. വലിയ അലച്ചിലോ ബഹളോ ഒന്നും ഇല്ലാണ്ട് കല്യാണം നല്ല രീതിക്ക് നടത്തി കിട്ടി. ഇപ്പഴാ ഒരു സമാധാനമായത്. അല്ല സത്യ, നീ എന്താ ആലോചിക്കുന്ന? ഏയ് അതൊന്നുമില്ല. രണ്ടാളെയും കുറച്ച് ദിവസത്തേക്ക് തറവാട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്റെ സത്യേട്ടാ, അവരിന്ന് കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. നമുക്ക് സമാധാനമായിട്ട് വിളിക്കാം. അവരെയൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടിട്ട് മണ്ഡപത്തിൽ നേരെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം, സത്യേട്ടന് ഫുൾ ടെൻഷനായിരുന്നു ഇന്ന് ഫുള്ളും. വേറെ എങ്ങോട്ടല്ലോ, ഇവിടെ തന്നെ ഇല്ലേ അവള്. സത്യേട്ടൻ ഇന്ന് ഇവിടെ നിന്നോ? ഏയ് അതൊന്നും ശരിയായില്ല. ഞാൻ അച്ഛനോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് വന്നത്. ഭാമേ, മോളെ വിളിക്ക്, നമുക്ക് പറഞ്ഞിട്ട് ഇറങ്ങാം. മോളെ വിളിക്കാന്നോ? സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ? ഞങ്ങൾ അവളെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ബാ, നമുക്കിറങ്ങാം. ആര് രാവിലെ പറഞ്ഞോളൂ. എന്നാ ഇറങ്ങാം, ബാ. അഖിലേ, ഞാൻ ആകെ ടെൻഷനിലാടാ. അതൊക്കെ ശരിയാ, പക്ഷേ ഇന്നവള് എന്റെ ഭാര്യയായിട്ട് റൂമിൽ വരുമ്പോ എനിക്ക് എന്തോ പോലെ. അതൊക്കെ ശരിയാ, പക്ഷേ ഞാനില്ലേ. അഖിലെ വെച്ചോ, അവള് വന്നു. ഞാൻ പിന്നെ വിളിക്കാം. നീ എന്താ കൊച്ചുണ്ണി എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? ഏയ്, ഞാൻ നോക്കിയില്ലല്ലോ. ഓഹോ, അപ്പൊ നിനക്ക് കോങ്ങുണ്ടോ? സച്ചു, ഇന്നിനെ കല്യാണ വശത്തിൽ കാണാൻ ഒരുപാട് സുന്ദരിയായിരുന്നു. ഓ, അപ്പോ ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അത് എങ്ങനെയുണ്ട് സച്ചു? നീ എന്തിനാ മുന്നോട്ട് വരുന്ന? എന്താ വരണ്ടേ? സച്ചു, എന്റെ സാരി.
സോറി, വീഴാൻ പോയി പറയാണ്ട് പിടിച്ചതാ. സാരമില്ല, ഇപ്പൊ ഒരുമിച്ച് വീണില്ലേ. സച്ചു, നീയല്ലേ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്ന്. ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ. ആ നീ ഇങ്ങനെ സിന്ദൂരം താലിയൊക്കെ ഇട്ട് വരുമ്പോ എന്റെ ഉള്ളിലുണ്ടല്ലോ. നീ ഇവിടെ സാഹിത്യം പറഞ്ഞോണ്ടിരുന്നോ, ഞാൻ പണി തുടങ്ങുക. സച്ചു, ഇത്രയ്ക്ക് അക്രമം വേണോ? വൺസ് ഞാൻ തുടങ്ങിയ പിന്നെ നിർത്തില്ല. தீனி தேடி சீனிய சுத்தோ எறும்பெண்ண திரிஞ்ச மாணி தாண்டு வேகத்தோட பறந்திட துணிஞ்ச தலகணம் பாதி தாய்கணம் மீதி. സച്ചു, ഇനി എനിക്ക് പറ്റില്ല. ഇത്രയൊക്കെ കണ്ടോളാം എനിക്കുള്ളൂ. പൂവാസം തോർക്കും മൂച്ച് കാത്ത് തീണ്ടി. ഇനി പറ, ഇപ്പോഴും ഞാൻ കൊച്ചുകുട്ടിയാണോ? ഹലോ ഹലോ, മതി മതി അന്നെ എൻ്റെ സ്വകാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കിയത്. എന്താ അടുത്തത്? ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ ഈ എപ്പിസോഡ് ടോപ്പ് 10 കയറിയാൽ അടുത്തത് സ്പെഷ്യൽ പാർട്ട് വേണോ സീസൺ 3 വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, സീസൺ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ ഫൈനൽ എപ്പിസോഡ് വരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവളുമാരൊക്കെ മൂട്ടിൽ ഉറുമ്പും ഇറമ്പും ഒക്കെ കടിച്ചോട്ടെ. மாணி தாண்டு வேகத்தோட பறந்திட துணிஞ்ச தலகணம் பாதி தாய்கணம் மீதி விரல் மனம் தாடி குறையுது நாடி. பூவாசம் பூவாசம் தோற்கும் மூச்சு காத்து தீண்டி.